15-ാമത്തെ ശ്ലോകം. അടതിയദ്ഭവാനഹ്നികാനനം തൃഡിറിയുഗായതേ ത്വാമവശ്യതാം കുടിലകുന്തളം ശ്രീമുഖം ചതേ ജഡ ഉദീക്ഷതാം പഷ്മകൃദൃശാം. ഭഗവാന്റെ സുന്ദരമായ നോട്ടത്തെയും മുഖത്തെയും ഒക്കെ വീണ്ടും വീണ്ടും വാഴ്ത്തുന്നു ഗോപികമാർ. നേരത്തെ വൈകിട്ട് മടങ്ങുമ്പോഴത്തെ ആ ഒരു രംഗം സൂചിപ്പിച്ചു. അല്ലാത്ത സമയത്തോ ഭഗവാനെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കാത്തതുകൊണ്ട് ത്രുടി യുഗായതേ. ത്രുടി എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് ത്രുടി എന്ന് പറയുന്നത്. സമയത്തിൻ്റെ ഏറ്റവും ചെറിയ ഭാഗം വരെ അളന്ന് നിശ്ചയിച്ചവരാണ് നമ്മുടെ ആചാര്യന്മാർ. മറ്റേതൊക്കെ സെക്കൻഡ് വരെ അല്ലേ അളന്നിട്ടുള്ളൂ. ഗുരുദേവനോട് ഒരാൾ ചോദിച്ചു, എന്താ ഈ സെക്കൻഡ് മുതൽ അളന്നത്? ഫസ്റ്റ് ഇല്ല, അതുകൊണ്ടാണ് സെക്കൻഡ് മുതൽ അളന്നത്. ടൈമിൻ്റെ മെഷർമെൻറ്റിൽ ഫസ്റ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് സെക്കൻഡ് മുതലെടുത്തു. അതെ, നമ്മുടെ ആചാര്യന്മാർ അതിൻ്റെ താഴെ ത്രുടി, ലവം ഒരു ഭാഗത്തിൽ കംപ്ലീറ്റ് കൊടുക്കും. ചെറിയ ഒരു ഇങ്ങനെ ഒന്ന് ഒരു ചെറിയ ലവം, ഇപ്പം എല്ലാം മറന്നുപോയി, അതിങ്ങനെ വന്ന് നമ്മുടെ പറഞ്ഞ ഒരു സംവത്സരം വരെയുള്ള വലിയ ടേബിൾ കാണാം. അപ്പോൾ സമയത്തിൻ്റെ ഒരു ചെറിയൊരു ഇതിനെയാണ് അവിടെ ത്രുടി. അപ്പം ഭഗവാനെ കാണാതിരിക്കുന്ന ത്രുടി ഒരു ചെറിയ സമയം പോലും യുഗായതേ. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ഏതിലാണെന്ന് മറന്നുപോയി, ആത്മോപദേശത്തിലാണെന്നാണ് ഓർമ്മ, ഇതുപോലെ പറയും. ഭഗവത് ആ ഈശ്വരാവബോധത്തിലിരിക്കുമ്പോൾ ഒരു 10,000 ആണ്ട് ഒരു ക്ഷണം പോലെ, അല്ലാത്തപ്പോഴോ നേരെ അതുതന്നെയാണ് ഇവിടെ സൂചന. വളരെ ചെറിയൊരു സമയം യുഗം പോലെ നീണ്ടതായിട്ട് തോന്നുന്നു. അതേ സമയത്ത് ഭഗവാന്റെ ഈ ശ്രീമുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ നേരെ തിരിച്ചു. നേരെ തിരിച്ചെന്ന് അവിടെ സൂചിപ്പിച്ചിട്ടില്ല, പക്ഷേ അതാണ് അവിടെ സൂചന. അപ്പോൾ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ദേഹാഭിമാനികളായ ജീവന്മാർക്ക് ദുഃഖം ഇൻഡിസ്പെൻസിബിൾ ആണ്, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് രാമായണത്തിൽ 2-3 സ്ഥലങ്ങളിൽ സൂചിപ്പിക്കും, ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. എന്താ ദുഃഖത്തിനൊക്കെ കാരണം? ദേഹാഭിമാനിനാം രോഷേണ. വേറെ എടുത്ത് പറയുന്ന വാക്കാണെങ്കിൽ മറന്നുപോയല്ല, ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൻ പറയാറുണ്ട്. എല്ലാ ദുഃഖങ്ങളും ഒക്കെ ചിന്തകൾ മുഴുവൻ ഈ ശരീരത്തോടുള്ള താതാത്മ്യം കൊണ്ട് അതിൽ നിന്ന് വരുന്ന പ്രകടനങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്, ഭഗവാന്റെ ഈ സുന്ദരമായ രൂപം എപ്പോഴും മനസ്സിൽ നിൽക്കുകയാണെങ്കിൽ മറ്റൊന്ന് അല്ലേ. പഴയൊരു സിനിമാ പാട്ടിനെ കുറിച്ച് പറഞ്ഞാൽ പറയാം, നിന്നെ കാണും കണ്ണിന് വേറെ ഒന്നിനും അഴകില്ല. അവിടെ പറഞ്ഞ വേറെ, നമുക്കിത് ഭഗവാന്റെ രൂപത്തെ ഏറ്റെടുക്കാതെ ഭഗവാന്റെ സുന്ദരമായ രൂപത്തെ ആസ്വദിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലൗകികമായ ഒന്നിലും സൗന്ദര്യം കാണില്ല. കണ്ണ് മനസ്സും കൂടെ ചേർന്ന് സൗന്ദര്യം കൽപ്പിക്കുന്നത് കൊണ്ടാണല്ലോ അബദ്ധസഞ്ചാരത്തിന് പ്രേരിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കുക. പക്ഷെ ഇത് ആസ്വദിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നിനും അഴകില്ല. അഴകില്ലെങ്കിൽ പിന്നെ എവിടെയാണ് മനസ്സ് അബദ്ധസഞ്ചാരത്തിൽ പോവുക എന്നർത്ഥം. അതുകൊണ്ട് ഭഗവാന്റെ ആ സുന്ദരമായ ആ മുഖം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കട്ടെ. പതിസുതാന്വയ ഭ്രാതൃബാന്ധവാനതിവിലംഘ്യതേന്ദ്യച്യുതാഗതാഃ ഗതിവിദസ്തവോദ്ഗീതമോഹിതാ കിതവയോഷിതാ കസ്ത്യജേന്നിശി. ഭഗവാനെ ഇതിൽ അഡ്രസ്സ് ചെയ്യുന്ന ഓരോ വാക്കുകൾക്ക് വലിയ അർത്ഥമാണ്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് അതിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നർത്ഥം. ഓരോ ശ്ലോകത്തിലും 2-3 ഭാവങ്ങളിൽ ഭഗവാനെ അഡ്രസ്സ് ചെയ്യും. പൂജ്യ ഗുരുദേവ് പറയാറുണ്ട്, അർജുനനെ ഭഗവാൻ ഓരോ കോണ്ടസ്റ്റിൽ ഓരോന്ന് വിളിക്കുന്നതും അതുപോലെ അർജുനൻ ഭഗവാനെ തിരിച്ച് അഡ്രസ്സ് ചെയ്തുകൊണ്ട് വിളിക്കുന്നതിലും
ആ കോണ്ടക്സ്റ്റിൽ പ്രത്യേക അർത്ഥമുണ്ടെന്നാണ്. അതുപോലെയാണ് ഗോപികമാരുടെ ഇതിലെ വിലാപഗാനത്തിൽ ഭഗവാനെ അഡ്രസ്സ് ചെയ്യുന്നതും ഭാഗങ്ങൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞത് അച്യുത. അച്യുതൻ വെറുതെ ച്യുതിയില്ലാത്തവന് മാത്രം പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്പെല്ല. ച്യുതി വരാത്ത ഭഗവത് തത്വത്തെയാണ് ഇവിടെ അച്യുത ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. എടുത്തു സൂചിപ്പിച്ചത് ആ അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപം എന്നുള്ള അർത്ഥം വരുന്നതാണ് അച്യുത പദം കൊണ്ട് സൂചിപ്പിക്കുക എന്നർത്ഥം. ഇതുപോലെ പല കോണ്ടക്സ്റ്റിലും ഉപയോഗിക്കുന്ന ആ പേരുകൾക്ക് അല്ലേ ഗുരുദേവ് ഭഗവത്ഗീത എടുക്കുമ്പോൾ പ്രത്യേകം സൂചിപ്പിക്കാറുണ്ട് എന്നർത്ഥം. അങ്ങനെ എന്ത് വരുന്നു, ഭഗവാന്റെ ആ രൂപം ഗതിവിഗതികളൊക്കെ നമ്മിൽ ഈ ഒരു മോഹാവസ്ഥയെ, ഒരു കൺഫ്യൂഷനെ സൃഷ്ടിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് എന്ത് വരുന്നു, പതി സുത അന്വയ ഭ്രാതൃ ബാന്ധവാൻ, ഇവരിലൊക്കെ ഞങ്ങൾ ഇപ്പോൾ പ്രത്യേകതയൊന്നും കാണുന്നില്ല. ഭാര്യ, ഭർത്താവ്, സ്ത്രീകൾ പറയുന്ന ഭാവത്തിലായതുകൊണ്ട് ഭർത്താക്കന്മാർക്ക് മാത്രമേ പറയുന്നുള്ളൂ. പുത്രന്മാർ, ജ്ഞാതികൾ, ഭ്രാതാക്കൾ, ഇവരെയൊക്കെ വേണ്ടതുപോലെ, അതായത് ഭഗവാനിൽ ആ ഒരു ഭാവം കണ്ടെത്തി കഴിഞ്ഞാൽ ആ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് ഭർത്താവ് ഭാര്യ എന്നത്. ഇത് ഭാഗവത്തിലെ വേറെ ചില ഭാഗത്തൊക്കെ ഭംഗിയായിട്ട് സൂചിപ്പിക്കുന്നതർത്ഥം. ഈ മോചനത്തിനുള്ള മാർഗം ഉപദേശിക്കാത്ത ഗുരുവല്ല, ഭർത്താവല്ല, അച്ഛനല്ല എന്ന് ഉപദേശിക്കുന്ന ഭാഗമുണ്ട് ഋഷഭദേവൻ്റെ ഉപദേശം പഞ്ചമസ്കന്ധത്തിൽ. അതുപോലെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. ഈ ഒരു ഭാവം വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അവർക്കൊക്കെ അമിതമായ പ്രാധാന്യം കൊടുത്ത് അന്ന് ഞങ്ങൾക്ക് തോന്നുന്നേ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ആരാണ് ആശ്രയം? അപ്പോൾ ഭർത്താവാണ്, ഇതാണ് എന്നുള്ള ചിന്തയൊക്കെ ഞങ്ങൾക്ക് വിടാൻ കഴിയും. എന്തുകൊണ്ട്? ഇത് മുഴുവൻ ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഗുരുദേവ് പലപ്പോഴും സൂചിപ്പിക്കും. I want ആണ് ജീവിതം മുഴുവൻ. I want a wife. I want 2 children. I want a house. വളരെ സിമ്പിളായിട്ടുള്ളൊരാഗ്രഹം, ഒരു വീട് വേണം. ഒറ്റ ആഗ്രഹം മതി. 1,000 ആഗ്രഹങ്ങൾക്കുള്ള ബീജാവാപമായില്ലേ. ഗുരുദേവ് തമാശ പറയും, ഉള്ളിടത്തോളം ഫർണിച്ചർ വാങ്ങിച്ച് നിറക്കി വീട് മുഴുവൻ. എന്നിട്ട് പറയും അടക്കാനിടയില്ല, കാല് തട്ട്. ഫർണിച്ചറിലൊക്കെ കാല് തട്ട്. എവിടുന്ന് വന്ന് ഈ ഫർണിച്ചർ തന്നെ വന്നതാണ്. അപ്പം വീട് വെക്കുക എന്നുള്ള ഒരു ചെറിയൊരാഗ്രഹത്തിൽ നിന്ന് ഇങ്ങനെയാണ് ലൗകികമായ എല്ലാ ആഗ്രഹങ്ങളും. ചിലരുടെ മുദ്രാവാക്യം പോലെ ഓരോ തുള്ളി ചോരയിൽ നിന്ന്, അതുപോലെ ചെറിയൊരാഗ്രഹത്തിൽ നിന്ന് അനേകം ഇതാണ് ലൗകികമായ ഭാവം. പക്ഷേ ഭഗവാനിൽ സൗന്ദര്യം കണ്ടെത്തുന്നതോടുകൂടി ഇതൊക്കെ അപ്രസക്തമായിട്ട് പോകുന്നു എന്നർത്ഥം. അതുകൊണ്ട് രഹസ്യ സംവിധം ഹൃച്ഛയോദയം പ്രഹസിതാനനം പ്രേമവീക്ഷണം ബൃഹദുരശ്രിയോ വീക്ഷ്യതാമതേ മുഹുരതിസ്പൃഹ മുഹ്യതേ മനഃ. അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കരുതേ ഇത് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു എന്നർത്ഥം. കാരണം ഭഗവാന്റെ ആ സുന്ദരമായ മുഖവും വിപുലമായ ആ വക്ഷസ്സും അതിങ്ങനെ ഞങ്ങൾക്ക് ചിന്തിക്കും തോറും അതിനുണ്ട്. അപ്പോൾ എന്താ സൂചിപ്പിക്കുന്നത്? പ്രത്യക്ഷമായിട്ട് ഈശ്വരാനുഭവം ഇല്ലാത്ത സമയത്തും അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളെ കൊണ്ട് വേണം നമ്മുടെ. സാധാരണ സംഭവിക്കുന്നത് എന്താണ്? ആ സമയത്ത് അല്ലാത്ത ചിന്തകളൊക്കെ കയറി വന്ന് നമ്മളെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ ഭഗവാനിലുള്ള ആ ഒരു താല്പര്യം കൊണ്ട് ഞങ്ങളുടെ മനസ്സ് ഇപ്പോൾ വല്ലാതായിരിക്കുന്നു. വ്രജവനൗകസാം വ്യക്തിരംഗതേ വ്രജിനഹന്ത്ര്യലം വിശ്വമംഗളം ത്യജമനാക്ഷന ത്വത്പൃഹാത്മനാം
സ്വജനഹൃദ്രുജാം എന്നിഷൂദനം. ഭഗവാനെ അഡ്രസ്സ് ചെയ്യുന്നിടത്ത് അംഗ എന്നൊരു പ്രയോഗമുണ്ട്, അത് പലയിടത്തും കാണാറുണ്ട്. പൂജ്യനായ, ചിലടത്ത് സമ്പൂജ്യനായ അധ്യക്ഷൻ എന്ന് പറയല്ലേ, എന്ന് പറഞ്ഞാൽ വെറും പൂജ്യമാണ്. അങ്ങനെയുള്ള ഭഗവാനെ, ആ ഭഗവാന്റെ ഈ ഒരു രൂപം, ഈ കൃഷ്ണാവതാരം വ്രജവനൗകസാം വ്രജനഹന്ത്രിതി, ഈ വ്രജവാസികളുടെയും വന കാട്ടിലുള്ളവരുടെയും ഒക്കെ വ്രജനഹന്തി, ആ ദുഃഖത്തെ ഇല്ലാതാക്കുന്നതാണ്. ഏ വിശ്വമംഗള, ലോകത്തിന് മുഴുവൻ, മംഗളശബ്ദം നമ്മളിതിനു മുമ്പ് പലവണ കേട്ട് കഴിഞ്ഞാണ്. അങ്ങനെയുള്ള ഭഗവാൻ, ലോകത്തിൻ്റെ മംഗളത്തിന് നൽകുന്നവനാണ് ഭഗവാൻ. ത്വൽ സ്പൃഹ ആത്മനാം. സ്പൃഹ ആഗ്രഹം എന്നാണ് സാധാരണ പറയാറുള്ളതെങ്കിലും വെറുതെ ഒരു ആഗ്രഹത്തിന് സ്പൃഹ എന്ന് പറയാറില്ല. ഉത്കടമായ ആഗ്രഹം വരുമ്പോഴാണ് അതിനെ, അതുകൊണ്ടാണ് ദുഃഖേഷു അനുദ്വിഗ്നമനാഹ സുഖേഷു വിഗതസ്പൃഹ എന്ന് ഭഗവാൻ ഗീതയെ പറയാൻ കാര്യം. ലൗകികമായ സുഖങ്ങളിൽ വരുന്ന ആഗ്രഹത്തെയാണ്. അപ്പം ഇവിടെ സ്പൃഹ, അങ്ങയിൽ ഞങ്ങളുടെ മനസ്സ് ഉഴത്തി നിൽക്കുന്നു. അതുകൊണ്ടെന്താ? സ്വജന ഹൃദ്രുജാം നിഷൂദനം. അതുകൊണ്ട് എന്ത് വരുന്നു? തൻ്റെ എൻ്റെ എന്നുള്ളതിലൊക്കെ കഥാമൃത്തത്തിൽ ഉറപ്പായിട്ട് പറയും. സത്യം വദാമി മമ ഭൃത്യാദിവർഗമിതും അർത്ഥം കളത്ര സുത മിത്രങ്ങൾ എന്നിവയുമൊക്കെ ത്വതർപ്പണമതാക്കിയിട്ട് ജ്ഞാനമിഹ. ആദ്യം എന്താ ചെയ്യേണ്ടത്? എവിടെ എൻ്റെ എന്നുണ്ടോ അത് മുഴുവൻ ഇങ്ങോട്ട് പിൻവലിക്കുക. തമാശ നമ്മൾ പറയും, അതിന് പവർ ഓഫ് അറ്റോർണി വേണ്ട. മറ്റുള്ളതിനൊക്കെ ഇപ്പം മകൻ്റെ പേരിലുള്ളതാണെങ്കിൽ മകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നർത്ഥം. പവർ ഓഫ് അറ്റോർണി ഉണ്ടെങ്കിലേ എനിക്ക് ഒപ്പിടാനൊക്കെ ഉള്ളൂ. പക്ഷേ അതിലുള്ള എൻ്റെ എന്നുള്ള ഭാവത്തെ പിൻവലിച്ച് ഭഗവാന് സമർപ്പിക്കാൻ മകൻ്റെ അനുവാദം എനിക്ക് ആവശ്യമില്ല. അതുപോലെ എൻ്റെ എന്ന് എവിടെയൊക്കെ ഉണ്ടോ, അതാണ് ഭൃത്യാദി വർഗമിതും അർത്ഥം കളത്ര, ഇതിലൊക്കെയുള്ള എൻ്റെ എന്നുള്ളതിനെ പിൻവലിച്ചിട്ട് ഞാനിതാ ഭഗവാനെ. എന്നിട്ടോ ഞാനും ഇഹ. അപ്പം ഞാൻ സമർപ്പിക്കണമെങ്കിൽ ഞാൻ വലുതാകുന്ന എൻ്റേതുകളെ ആദ്യം സമർപ്പിക്കണം. അതാണിവിടെ സൂചിപ്പിച്ചത്. ഈ ശരീരമനോബുദ്ധ്യാദികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്കാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭാര്യ, ഭർത്താവ്, വീട്, അത് ഇത് എന്നൊക്കെ തോന്നുന്നത്. അതുകൊണ്ട് ഭഗവാനിൽ ആ ഒരു ഭാവം വന്നു കഴിഞ്ഞാൽ കമൻ്ററി സൂചിപ്പിക്കും, അനാദ്യ അവിദ്യ കാമകർമ്മ ബീജനാശം. അല്ലെ, ടെക്നിക്കൽ ടൈമാണ്, വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല. അനാദി അവിദ്യ കാമകർമ്മ ബീജനാശം. എന്താ ഇതിനെല്ലാം ബീജം? അജ്ഞാനം തന്നെ. ഞാനല്ലാത്ത ഞാനിനെ ഞാനെന്നും പറഞ്ഞ് എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഞാനും താനും, മീ ടു മീ, ലോവർ ഹയർ ഒക്കെ ഇവിടെ സൂചിപ്പിക്കാൻ. അത് ആ തോന്നൽ പ്രബലമാകാൻ കാരണം അവിദ്യ, അനാദി അവിദ്യ. എന്താ അനാദി? എന്ന് തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. എന്ത് പറ്റില്ല? കയറിൽ എത്ര കാലമായിട്ടുണ്ട് ഈ പാമ്പ് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? അതൊരു 1988 ജനുവരി 14. എന്തുകൊണ്ട്? ഇല്ലാത്തത് എന്ന് തുടങ്ങിയെന്ന് ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് അനാദി അവിദ്യ എന്ന് പറയാൻ. ഈ സംസാരം അനാദിയ എന്ന് പറയാൻ കാര്യം എന്താ? ഈ സംസാരം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് തന്നെ തോന്നല. എപ്പോഴും തോന്നുന്നു ഭഗവാൻ മാത്രമാണ് സത്യമായിട്ടുള്ളതെന്നും അതിൻ്റെ പ്രകടനമാണ് ഈ കാണുന്നതെന്ന് ഉറയ്ക്കാത്തപ്പോൾ ഇത് സത്യമായിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുമ്പേ കണ്ടറിഞ്ഞവരുണ്ട് എന്ന്. അവിടെ കണ്ടറിഞ്ഞു എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിഞ്ഞവർ. ഈ കാണുന്നതൊന്നും സത്യമല്ല, ഇതൊന്നും സത്യമല്ല. ഇങ്ങനെ കണ്ടോളൂ. പലത് കാണുമ്പോൾ ഉള്ളിൽ ഉറയ്ക്കണം, ഈ പലതൊക്കെ ഒരു ഇതുതരം ജിമിക്സ് എന്നൊക്കെ പറയും. അത്രയേ ഉള്ളൂ. കണ്ടോളൂ. നാനാത്വം കാണരുതെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ നാനാത്വത്തിൽ ഭ്രമിക്കരുത് എന്നേ ശാസ്ത്രം പറഞ്ഞിട്ടുള്ളൂ.
ഏകത്വത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ പ്രകടനം മാത്രമാണ് നാനാത്വം എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നാനാത്വത്തിൽ ഭ്രമം വരില്ല. ഇതൊരിക്കലും കയറ് അല്ലാതിരുന്നിട്ടില്ല, ഒരിക്കലും പാമ്പായിട്ടില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം ഷേപ്പിലാണ് കയറിട്ട് നോക്കൂ, പാമ്പിനെ കാണുമോ? പിന്നെ അതുപോലെ പ്രപഞ്ചത്തിൻ്റെ ആധാരമായ സത്യത്തെ കണ്ടെത്തി ഉറപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ഇതാണ് മഹാത്മാക്കളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു, ഭ്രമിക്കുന്നു. മഹാത്മാക്കളോ അതിൻ്റെ പിന്നിലുള്ള തത്വത്തെ അറിയുമ്പോൾ ഭ്രമിക്കുന്നില്ല. വ്യത്യാസം. അവർക്ക് നാനാത്വ അനുഭവമുണ്ട്, പക്ഷെ നാനാത്വ അനുഭവത്തിൽ അല്ലേ ആ ദേഹബുദ്ധിയിൽ ഭ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത എന്നർത്ഥം. അടുത്ത ശ്ലോകത്തോടു കൂടി നമ്മളിവിടെ ഈ ഭാഗം സമർപ്പിക്കുകയാണെന്ന് തോന്നുന്നു. യത്തേ സുജാതചരണാംബുരുഹം സ്തനേഷു ഭീതാശനൈ പ്രിയദധീമഹി കർക്കശേഷു തേനാടവീമടസിതേന കിംസിത് കൂർപ്പാദിഭിർഭ്രമതിധിർ ഭവദായുഷാംനഃ. അതുകൊണ്ട് ഭഗവാനെ അങ്ങയിൽ ഞങ്ങളുടെ മനസ്സ് ഭ്രമിക്കുന്നു. അവിടെ ധീ എന്ന് സൂചിപ്പിച്ചു. സാധാരണ ധീ എന്ന് പറയുന്നത് ബുദ്ധിയെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷെ ഇവിടെ ചില പ്രയോഗങ്ങളിൽ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറയാം. ഗീതാമൃതം പറയുന്നിടത്ത് സുധീർ ഭോക്ത എന്നാണ് പറയുന്നത്. അവിടെ സുധീ നല്ല ക്ലാരിറ്റി ഓഫ് വിഷൻ ഉള്ളവരെയാണ് അവിടെ സൂചിപ്പിക്കുക എന്നത്. അപ്പോൾ ഇവിടെ ധീ എന്നുള്ളതിന് ഈ മനസ്സിൻ്റെ തലത്തെ തന്നെയാണ് സൂചിപ്പിക്കുക എന്നർത്ഥം. കാരണം വികാരപരമായ ആ ഒരു സ്ഥലത്തിൽ നിന്ന് വിചാരപരമായ ബുദ്ധിയുടെ തലത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഭാവമാണ് ഗോപികമാർക്ക്. അതുകൊണ്ട് എന്ത് എന്നു ഭഗവാന്റെ ആ പാദപത്മങ്ങളെ ഞങ്ങൾ ധരിച്ചു കൊള്ളാം, അതുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഗോപികാഗീതത്തിൻ്റെ 29ാമത്തെ ശ്ലോകം നമ്മളിവിടെ സമർപ്പിക്കുന്നു. സഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. ഓം ശ്രീ മഹാഗണപതേ നമഃ. ഓം ശ്രീ മഹാസരസ്വത്യേ നമഃ. 31ാമത്തെ അധ്യായത്തിലെ ഗോപികാഗീതം എന്ന അതിവിശിഷ്ടമായ വിലാപഗാനം. നേരത്തെ വിലാപം, വിഷാദം, വിഷാദയോഗം, വിഷാദരോഗം ഈ വാക്കുകളെക്കുറിച്ച് അല്പം നമ്മൾ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു. എന്തായാലും നല്ല വിഷാദം, അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാമെങ്കിൽ ലോക അനുഗ്രഹമാകുന്നു. അർജുനൻ അന്നേരം ആ വിഷാദം വന്നില്ലായിരുന്നെങ്കിൽ ഭഗവത്ഗീത നമുക്ക് കിട്ടുമോ? ഒരിക്കലും. അതിന് നേരെ വന്നിട്ട് അടിച്ചു വിട്ട യുദ്ധമാണ് ചെയ്തിരുന്നെങ്കിലോ ഭഗവത്ഗീത ഉണ്ടാകുമായിരുന്നില്ല എന്നർത്ഥം. ഒരു സെൽഫ് കണ്ടൻമെൻറ്റ്, ആത്മസംതൃപ്തി വേദവ്യാസന് മഹാഭാരതത്തോടു കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ശ്രീമദ് ഭാഗവതം നമുക്ക് ലഭിക്കുമായിരുന്നില്ല. എന്ത് അങ്ങനെ ചിന്തിക്കുന്ന കാര്യമില്ലെങ്കിലും നമുക്ക് അതിൻ്റെ ആ ഒരു പോസിറ്റീവ് സൈഡ് ആലോചിക്കണം. അതുപോലെയാണ് ഗോപികമാരുടെ ഈ ഒരു അവസ്ഥ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന. ഇതാണ് സജ്ജനങ്ങൾക്കുണ്ടാകുന്ന, സാധാരണക്കാർക്കുണ്ടാകുന്ന വികാരവിചാരങ്ങൾ പലപ്പോഴും തങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപദ്രവമായിരിക്കും. ദേവിയുടെ നാമത്തിൽ സർവോപദ്രവനാശിനി പ്രയോഗമുണ്ട്. ഇതൊക്കെ ഉപദ്രവങ്ങളുടെ ലിസ്റ്റിൽ വരുന്നതാണ്. പക്ഷേ നല്ല സംസ്കാരമുള്ളവർക്ക് വരുന്ന ഈ വാക്ക് ഇനി ആവർത്തിക്കേണ്ട. ആ വിചാരങ്ങളൊക്കെ ലോക നന്മയ്ക്കായിട്ട് പല ഉദാഹരണങ്ങൾ ഉണ്ട് എന്നർത്ഥം. നിമി നവയോഗി സംവാദം തന്നെ ഭാഗവത്തിൽ നല്ലൊരു എക്സാമ്പിളാണ് എന്നർത്ഥം. 9 ചോദ്യങ്ങൾ 9 യോഗീശ്വരന്മാരോട് ചോദിക്കുന്നതും ഗംഭീരമായ ഭാഗം. അതൊക്കെ ഏതെങ്കിലുമൊക്കെ നമുക്ക് സൗകര്യം പോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സബ്ജക്റ്റായിട്ട് എടുക്കാൻ ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ.
ഏതായാലും ആ ഗോപികമാർക്ക് ഉണ്ടായ ആ ഒരു വിലാപം, അവരുടെ നിറഞ്ഞ ആ ഒരു ഭാവം, ഉള്ളു നിറഞ്ഞ നിർവ്യാജമായ നിരപേക്ഷമായ, രണ്ട് വാക്കിനും പ്രത്യേക അർത്ഥം, നിർവ്യാജമായ നിരപേക്ഷമായ. എന്താ നിരപേക്ഷം? നേരത്തെ അവർ പറഞ്ഞു, ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അതാണ് ദേവിയുടെ നാമത്തിൽ അവ്യാജ കരുണാമൂർത്തി എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ഇവരുടെ ദുഃഖം ശരിക്കും അവ്യാജമായിരുന്നു. ഒരു വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലേശമോ ഇല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടല്ല പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് അതിൻ്റെ ഒരു വലിയൊരു അനുഭവം അത് ലോക അനുഗ്രഹമായിട്ട് വരുന്നു. അപ്പം നമ്മിലും ഉണ്ടാകുന്ന, നമുക്ക് കിട്ടുന്ന ഒരു പാഠം, നമുക്ക് നല്ല സച്ചിന്തകളാണ്. ഇതിൻ്റെ പരമ്പര നോക്കിയാൽ, അനാട്ടമി എന്ന് പറയുന്നത്, ഈ കർമ്മത്തിൻ്റെ അനാട്ടമി നോക്കിക്കഴിഞ്ഞാൽ ഈ ചിന്തകളാണ് നമ്മൾ നിലനിർത്തുന്ന മുഴുവൻ ചിന്തകളാണല്ലോ. അതിൽ കുറച്ച് ചിന്തകളാണ് ആഗ്രഹങ്ങൾ. എല്ലാ ചിന്തകളും ആഗ്രഹങ്ങളാകുന്നില്ല എന്നർത്ഥം. അതിൽ ചില ചിന്തകളെ നമ്മളിങ്ങനെ നർച്ചർ ചെയ്ത് നറീഷ് ചെയ്ത് താങ്ങി പിടിച്ചൊക്കെ കൊണ്ടുവരുമ്പോഴാണ് അത് ആഗ്രഹമായിട്ട് വളരുന്നത്. ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കാൻ കർമ്മങ്ങളിലേക്ക് പോകുന്നില്ല. അവിടെ നമ്മളൊരു ഫിൽറ്റർ വെക്കും. ഈ ഫിൽറ്ററിൻ്റെ സംസ്കാരം ഓരോരുത്തരുടെ അനുസരിച്ചാണ്. ഫിൽറ്ററിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ എന്താ പറയുക, ആ അരിപ്പിൽ അത് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ചിലത് ഫൈനായിട്ടുള്ളതാണെങ്കിൽ ഇത് ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ച്. അപ്പോൾ അതിനനുസരിച്ചാണ് കർമ്മങ്ങളിലേക്ക് നയിക്കുന്ന ആഗ്രഹം വരുന്നത്. ഗുരുദേവ് പറയുന്ന ഒരു വാക്ക്, നോ ആക്ട് ഈസ് ആൻ ഓർഫൻ, ദർ ഈസ് ഫാദർ ഡിസയർ ബിഹൈൻഡ് ഇറ്റ് എന്നാണ്. മലയാളം നമ്മൾ പറയുന്നത് ഒരാഗ്രഹവും തന്തയില്ലാത്തതല്ല, പച്ച മലയാളത്തിൽ. എന്തുകൊണ്ട്? ആഗ്രഹമാകുന്ന തന്തപ്പടി തൊട്ടുപിറകിൽ ഇല്ല. ആശ അവതരിപ്പിക്കുന്നത് എത്ര ഇതായിട്ടാണെന്ന് ആലോചിച്ചു. ഓരോ കർമ്മങ്ങളുടെയും പിന്നിൽ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ കുറച്ച് ആഗ്രഹങ്ങളെ നമ്മൾ കർമ്മങ്ങളാക്കി. ആ കർമ്മങ്ങൾ താൻ ചെയ്യുന്നു, തനിക്കിതിൻ്റെ ഫലം, ആ ഭാവത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് മുഴുവൻ നമ്മുടെ ഡെസ്റ്റിനി, വിധിയായിട്ട് മാറുന്നു. എന്തുകൊണ്ട്? അവശ്യം അനുഭോക്തവ്യം കൃതകർമ്മ ശുഭാശുഭം. ശുഭമായിട്ടോ അശുഭമായിട്ടോ ചെയ്യപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളെ മുഴുവൻ ഫലം അനുഭവിച്ചു തന്നെ തീരണം. അതിൻ്റെ എക്സ്ക്യൂസൊന്നുമില്ല. അത് പ്രൈം മിനിസ്റ്ററോ തൂപ്പുകാരനോ മുറുക്കാങ്കടക്കാരനോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ലോകത്തുള്ള എല്ലാ ജീവികൾക്കുമുള്ള ഇതാണ്. അപ്പം നമുക്ക് എവിടെയാണ് ചോയ്സ് ഇരിക്കുന്നത്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആഗ്രഹങ്ങളുടെ എണ്ണം കുറച്ച് വണ്ണം മീൻസ് ക്വാളിറ്റി കൂട്ടാൻ സാധിച്ചാൽ ഇതിലൊരുപാട് വ്യത്യാസം വരും. ഗുരുദേവ് അതിന് തന്നിരിക്കുന്ന ഒരു ഫോർമുല തന്നെ കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡിസയേഴ്സ് ഫുൾഫിൽഡ് ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ നമ്പർ ഓഫ് ഡിസയേഴ്സ് എൻ്റർടൈൻഡ് എന്ന. അപ്പം നമുക്ക് സഫലമാകുന്ന ആഗ്രഹങ്ങളുടെ എണ്ണത്തെ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന, കൊണ്ടു നടക്കുന്ന, നമ്മുടെ ബാഗിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് ഹാപ്പിനെസ്സിൻ്റെ കോഷ്യൻ്റ് എന്നാണ്. ഇപ്പം H ഈസ് ഈക്വൽ ടു, ഇത്തിരി കണക്ക് ഓർക്കണം, H ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡിസയേഴ്സ് ഫുൾഫിൽഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിസയേഴ്സ് എൻ്റർടൈൻഡ്. അപ്പം നമുക്കൊക്കെ അറിയാം, വലിയ കണക്കൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ന്യൂമറേറ്റർ കൂടുന്നതിനനുസരിച്ച് ഇവിടെ കുറയും, ന്യൂമറേറ്റർ കുറയുന്നതിനനുസരിച്ച് ഇവിടെ കൂടും. കാരണം നമ്പർ ഓഫ് ഡിസയേഴ്സ് ഫുൾഫിൽഡിൽ നമുക്ക് വലിയ ചോയ്സൊന്നുമില്ല. നമ്പർ ഓഫ് ഡിസയേഴ്സ് എൻ്റർടൈൻഡിൽ നമുക്ക് ചോയ്സ് ഉണ്ട്. പക്ഷേ അത് കർമ്മമായിട്ട് വന്ന് സഫലമാകുമല്ല, അത് നമുക്ക് ചോയ്സ് ഇല്ല. അതുകൊണ്ടാണ് 2:47 ഉറപ്പിച്ച് പറഞ്ഞത് കർമ്മണി ഏവ തേ അധികാരക മാ ഫലേഷു. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് നമ്പർ ഓഫ് ഡിസയേഴ്സ് എൻ്റർടൈൻഡ് ബോധപൂർവം കുറയ്ക്കാം. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞ ഫിൽറ്റർ ഉണ്ടല്ലോ, അത് നന്നായിട്ട് അങ്ങ് അഴിച്ചു വിടുക. വളരെ കുറച്ച് ഇത് ശേഷിക്കുകയുള്ളൂ. അപ്പോൾ സപ്പോസ് ന്യൂമറേറ്റർ ഈസ് 0, അപ്പോഴോ ഇവിടെ എപ്പോഴും 10% ആയിരിക്കും എന്നർത്ഥം.
കണക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്പർ ഓഫ് ഡിസയേഴ്സ് ഫുൾഫിൽഡ് 100 റിസൾട്ട് 100, കാരണം ന്യൂമറേറ്റർ 0 അല്ലേ? ഇത് ബോധപൂർവ്വം നമുക്ക്, ഇതാണ് മനുഷ്യൻ്റെ ഇൻകമ്പയറബിൾ സ്പെഷ്യൽ ക്വാളിറ്റി. അതാണ് മറ്റ് ജീവികളെ മനുഷ്യന് വേർതിരിക്കുന്ന സ്പെഷ്യൽ ഫാക്കൽറ്റി. ഇത് മനുഷ്യന് മാത്രമുള്ള, മറ്റുള്ളവർക്കൊക്കെ ഉണ്ട് ഡിസ്ക്രിമിനേറ്റീവ് ഇൻ്റലക്റ്റ്, പക്ഷേ ഈ മനുഷ്യൻ്റെ അതുപോലെ അത് ആ ഫുള്ളസ്റ്റ് മെച്യൂരിറ്റിയിൽ വന്നിട്ടില്ല. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം? ആഗ്രഹങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കാം. ഓരോന്നിനെ എൻ്റെ ഫുൾഫിൽഡ് അത് ഇതായിട്ട് വികസിക്കുന്നതിന് മുമ്പ് ഹാവ് എ ചെക്ക്, നിപ്പിറ്റ് ഇൻ ദ ബഡ് ഫ്രേസ് ഉണ്ടല്ലോ, മുളയിലെ നുള്ളിക്കളയുക, യു ബിക്കം യുവർ മാസ്റ്റർ. അതാണ് യു ആർ ദി മാസ്റ്റർ ഓഫ് യുവർ ഡെസ്റ്റിനി എന്ന് സൂചിപ്പിക്കാൻ കഴിച്ചു. ഇത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകില്ല. ഇത് പറയുന്ന ഉദ്ദേശമല്ലേ, ഇതൊക്കെ ഇങ്ങനെ ഇതിലേക്ക് വന്നു കൂടുകയാണ്. യു ആർ ദ കൺട്രോളർ. എന്തുകൊണ്ട്? ചെയ്ത ഫലം അനുഭവിച്ചേ തീരൂ, അത് മാറ്റാൻ നിവൃത്തിയില്ല. ചെയ്യാതിരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആഗ്രഹം വരുമ്പോൾ അതിനെ നന്നായിട്ടൊന്ന് തുറിച്ച് നോക്കുക, സ്റ്റെയറിങ് എന്ന് പറയുന്നത്. മിക്കവാറും ആഗ്രഹങ്ങൾ നന്നായിട്ടിങ്ങനെ ഒന്ന് തുറിച്ച് നോക്കിയാൽ നമ്മെ വിട്ടുപോകുന്നതാണ്. എപ്പോഴാണ് നമ്മളെ വരും ഇവിടെയാണ് മനുഷ്യൻ്റെ ഡിസ്ക്രിമിനേറ്റീവ് ഇൻ്റലക്റ്റ് വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ വലിയൊരു വിപത്തിനെ തടയാം. ഗോപികമാരുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ ആ രീതിയിലൊന്ന് ചിന്തിച്ചുകൊണ്ട് 32ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കാം. ശ്രീശുക ഉവാച ഇതി ഗോപ്യപ്രഗായന്ത്യ പ്ലവന്തച്ഛിത്രധാ രുരുദുസുസ്വരൻ രാജൻ കൃഷ്ണ ദർശനലാലസാഹ. ശ്രീശുബ്രഹ്മർഷിയുടെ കമൻ്റ് ആണ്. ഇത് ഗോപ്യപ്രഗായന്ത്യ, അവിടെ പ്രഗായന്ത്യ പ്രലബന്ധ്യ 2 വാക്ക് ഉപയോഗിച്ചു. പ്രകർഷേണ അവർ ഗാനം ചെയ്യുന്നു, പ്രകർഷേണ അവർ വിലപിക്കുകയും ചെയ്യുന്നു. ആ 2 വാക്കിനും പ്രത്യേക അർത്ഥം ഉണ്ടാകുന്ന. കാരണം ഗാനം ശരിയായ ഇതിലുള്ളിൽ നിന്ന് വരണമെങ്കിൽ അല്ലേ, കരഞ്ഞു വിളിച്ചുള്ള പാട്ടും അല്ലാതെ സന്തോഷമായിട്ടുള്ള പാട്ടും ഒന്ന് ആലോചിച്ച വ്യത്യാസം. അതാണ് പ്രഗായന്ത്യ. അതേ സമയത്ത് ആ പ്രഗായന്ത്യയുടെ കൂടെ പറഞ്ഞു പ്രലാപന്ത്യ, അവിടെ വിലാപത്തിൻ്റെ സ്വരൂപം. ഇത് 2 കൂടെ അവർക്ക് സാധിച്ചു. എന്തുകൊണ്ട്? ദുരിദുസുസ്വരൻ രാജൻ കൃഷ്ണ ദർശനലാലസാഹ. കൃഷ്ണ ദർശനത്തിൽ ലാലസകളായിട്ടാണ്, അതിയായ താല്പര്യം. എന്നിട്ട് അവർ രുരുദുസുസ്വരം, ഹേ രാജൻ, ശ്രീശുബ്രഹ്മണ്യ പരീക്ഷിതനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഹേ രാജൻ രുരുദുസുസ്വരം, ഉച്ചത്തിൽ നന്നായിട്ട് കരഞ്ഞു എന്നാണ്. സുസ്വരം ഉറക്കെ നന്നായിട്ട് കരഞ്ഞു. എന്തുകൊണ്ട്? അവിടെ കൃഷ്ണ ദർശന ലാലസ എന്നുള്ളതാണ്. ഈ ഭാവം നമ്മുടെ ഉള്ളിൽ വരണം. ഈ ഗോപികമാരെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഭാവത്തിലേക്ക് ചിന്തിക്കണം. അപ്പം വെറുതെ കിട്ടിയാ കിട്ടി ഒരാളർത്ഥം. കൃഷ്ണ ദർശന ലാലസകളാകാൻ നമ്മുടെ മനസ്സിന് കഴിയണം. അപ്പോഴെന്താ സംഭവിച്ചത്? അടുത്ത ഇതായിട്ട് സൂചിപ്പിക്കുന്ന നമ്മൾ ആരതിയൊക്കെ കാണിച്ച് ആചരിക്കുന്ന ശ്ലോകമാണ്. താസാമാവിരഭൂത് ശൗരി സ്മയമാനമുഖാംബുജ പീതാംബരധര സൃഗീ സാക്ഷാത് മന്മഥ മന്മഥ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരേ നമഃ. സാക്ഷാത് മന്മഥ, മന്മഥൻ്റെ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ഗംഭീരം പറയാം. ഭാഗവതത്തിൽ വേറെ നമ്മുടെ പരിമിതമായ അറിവിൽ വേറെങ്ങും പറഞ്ഞിട്ടില്ലാത്തൊരു പ്രയോഗം. സാക്ഷാത് മന്മഥ മന്മഥ. ഏറ്റവും സാധാരണക്കാരുടെ എല്ലാം മനസ്സിനെ മഥിക്കുന്നയാളാണ് കാമദേവൻ, മന്മഥൻ. ആ മന്മഥൻ്റെ മനസ്സിനെ മഥിക്കുന്ന സൗന്ദര്യത്തോടു കൂടിയവൻ.
അതെങ്ങനെ ഭംഗിയായിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു. സ്മയമാന മുഖാംബുജ, നല്ല പുഞ്ചിരി ഒഴിക്കുന്ന മുഖത്തോടു കൂടി ഈ ഗോപികമാരുടെ ഇടയ്ക്ക് അങ്ങോട്ട് വന്നു. എങ്ങനെ? സൃഗി, മാല ധരിച്ചിട്ടുണ്ട്, വനമാല ധരിച്ച് സാക്ഷാൽ മന്മഥനായിട്ട് ഭഗവാൻ അവിടെ വന്നു. കാരണം ആ കമൻറ്റിൽ സൂചിപ്പിക്കും, മനോന്മഥന് സാമർഥ്യം, തനിക്ക് താൻ സമർത്ഥനാണ് കാമദേവനൊരു അഭിമാനവും അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. ഭഗവാന്റെ ഈ സൗന്ദര്യം കണ്ടതോടുകൂടി അങ്ങനെയാണ് സൂചിപ്പിച്ചത്. അങ്ങനെ ഭഗവാൻ വന്നു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി ഗോപികമാർക്ക് വാക്കുകൾക്ക് അതീതമായ അത് പിന്നെ കുറേ ശ്ലോകങ്ങളിലായിട്ട് വർണ്ണിക്കുകയാണ്. ഇത് വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഓരോരുത്തരും ഭഗവാനെ സമീപിച്ചിട്ട് അവർക്ക് എന്തൊക്കെ വികാരങ്ങൾ ഉള്ളിലുണ്ടായിരുന്നോ അത് മുഴുവൻ ഭഗവാനിൽ നിന്ന് അവർക്ക് കിട്ടിയത്. അപ്പോൾ ഭഗവാൻ ഈ ഇടപാടുകളൊക്കെ അവരോട് ചെയ്തു എന്നല്ല, ഗോപികമാർ ഭഗവാനെ സമീപിച്ചപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഇത്തരം വികാരങ്ങൾക്കും സാഫല്യമായി. അതാണ് പിന്നെ കുറേ ശ്ലോകങ്ങളിലായിട്ട് വർണ്ണിക്കുന്നത്. അത് അവരുടെ അനുഭവമായിട്ട് നമുക്ക് വിടാം. എന്നിട്ട് ഗോപികമാർ ഒരു സ്റ്റേജിൽ ഭഗവാനുമായിട്ട് ഒരു സംസാരം, അത് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ്. പല തരത്തിലുള്ള ആളുകളാണ് ലോകത്തിൽ. ചിലർ ഭജതോനു ഭജന്ത്യേക ഏക ഏതത് വിപര്യം, നമ്മൾ സൂചിപ്പിച്ചതാണ്. ചിലർ ഇങ്ങോട്ട് ഭജിക്കുന്നവരെ അങ്ങോട്ട് ഭജിക്കും. ഇങ്ങോട്ട് എത്ര സ്നേഹം കിട്ടുന്നു അതിനനുസരിച്ച് തൂക്കി നോക്കി അത്ര സ്നേഹം അങ്ങോട്ട് കൊടുക്കുന്നവരായിരിക്കും. വേറെ ചിലരോ ഇങ്ങോട്ട് എത്ര സ്നേഹിച്ചാലും അങ്ങോട്ട് സ്നേഹിക്കുകയില്ല. വേറെ ചിലരോ ഇങ്ങോട്ടുള്ളത് നോക്കുകയില്ല, അവർ സ്നേഹം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരണേ എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ഒറ്റ ശ്ലോകത്തിലാണ് ഈ ചോദ്യം. ഭഗവാൻ അതിന് മറുപടി പറഞ്ഞു, ശരിയാണ്, സാധാരണ സ്നേഹം എന്ന് പറഞ്ഞാൽ അന്യോന്യമുള്ള സ്നേഹം. ഇങ്ങോട്ട് സ്നേഹിച്ചു, ഇങ്ങോട്ട് സ്നേഹിച്ചു. കാരണം സാധാരണ സ്നേഹത്തിൽ പ്രതീക്ഷയുണ്ട്. അതാണ് സ്നേഹവും പ്രേമവും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്, അടിസ്ഥാനപരമായ വ്യത്യാസം അതാണ്. സ്നേഹിക്കുമ്പോൾ പ്രതീക്ഷയുണ്ട് എന്നർത്ഥം. അല്ലാതെ നിഷ്കാമമായിട്ട് ഞാൻ ഇല്ല എന്നർത്ഥം. അങ്ങോട്ട് സ്നേഹിച്ചാൽ മക്കളെ ആയിക്കോട്ടെ, വീടായിട്ട് അതിട്ട് സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹം പ്രതീക്ഷിക്കും, തൂക്കി നോക്കുകയും ചെയ്യും. എങ്ങനെ? ഇങ്ങോട്ട് കിട്ടിയതിൻ്റെ അളവ് ഞാൻ തൂക്കി നോക്കും, അങ്ങോട്ട് കൊടുത്തതിൻ്റെ അളവ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. കാരണം കിട്ടുന്നതിലാണ് നമുക്ക് താല്പര്യം. അത് ഭൗതികമായ വസ്തുക്കളായാലും സ്ഥൂലമായതായാലും ഒക്കെ കൈ ഇങ്ങനെയല്ലേ നീളുകയുള്ളൂ, ഇങ്ങനെ പോകുന്നത് എത്ര കാണും. അപ്പോൾ സ്നേഹമായാലും സൂക്ഷ്മമായിട്ടുള്ളതായാലും കിട്ടുന്നതിലാണ് നമുക്ക് താല്പര്യം, കൊടുക്കുന്നതിലല്ല. അതാണ് സാധാരണ സ്നേഹത്തിൻ്റെ കഥ. അത് സൂചിപ്പിച്ചു. അതെന്തിനു വേണ്ടിയിട്ട്? സ്വാർത്ഥൈകാന്തോദ്യമാ, അത് സ്വാർത്ഥത്തിൻ്റെ ഭാര്യാഭർത്തൃ ബന്ധത്തെയാണ് പ്രധാനമായിട്ട് അവിടെ സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. അതിൽ സൗഹൃദമോ മറ്റ് ഇതോ ഒന്നുമല്ല എന്നർത്ഥം. സ്വാർത്ഥം, സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ അതൊന്നുമല്ല, ഞാൻ അത് പറയും, പക്ഷേ അതിനൊക്കെ ഉപദേശത്തിൻ്റെ വലിയ സപ്പോർട്ടൊക്കെ ഉണ്ട് എന്നർത്ഥം. എന്തുകൊണ്ടാണ്? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനാണ്. എനിക്ക് ഞാൻ പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ് അതിന് സന്തോഷം നൽകുന്നതൊക്കെ എനിക്ക് പ്രിയമാകുന്നത്. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. വിശദമായ ചർച്ച അവിടെ ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഒരു ഇതാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യത്തിൽ ഭജതോപീന വൈ കേജിത് ഭജന്തി അഭജത കുതം. മൂന്നാമത്തെ അടുത്ത കൂട്ടരെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങോട്ട് ഭജിക്കാത്ത സ്ഥിതിക്ക് അങ്ങോട്ട് ഭജിക്കുന്നില്ല എന്നല്ല, അവർ എന്ത് വന്നാലും ഭജിക്കും. അവിടെ 4 കൂട്ടരെ ഭഗവാൻ പ്രത്യേകം സൂചിപ്പിക്കും. ഒന്ന് ആത്മാരാമന്മാർ. അവർ ഇങ്ങോട്ടുള്ളത് ഒന്നും നോക്കുന്നില്ല, എല്ലാറ്റിനെയും സ്നേഹിക്കാൻ പഠിച്ചവരാണ്. അതാണ് ഒന്നാമത്തെ കൂട്ടർ ആത്മാരാമന്മാർ.
തൻ്റെ സ്വന്തം ആത്മാവിൽ രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മറ്റൊന്നിലും നിന്ന് ഒരു പ്രതീക്ഷയില്ല, നിരപേക്ഷമായിട്ട്. എന്തുകൊണ്ട്? എൻ്റെ തന്നെ വിജൃംഭണം മാനിഫെസ്റ്റേഷനാണ് ഈ ഇരിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഖലീൽ ജിബ്രാൻ എന്നൊരു വലിയ ഫിലോസഫർ എനിക്ക് രണ്ട് വാക്കിൽ സൂചിപ്പിച്ചു, അതർനെസ് ഈസ് മൈ പ്രോബ്ലം. ശ്രദ്ധിച്ച് വെക്കേണ്ട വാചകങ്ങളാണ്. അതർനെസ് ഈസ് മൈ പ്രോബ്ലം. ഞാനല്ലാത്തതെന്ന് ചിന്തിക്കുന്നതാണ് എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവൻ. അഖിലം ഞാനിതെന്ന വഴി തോന്നിയാൽ ഞാൻ തന്നെയല്ല ഈ ഇരിക്കുന്നത്, പിന്നെ എങ്ങനെ? അതാണ് ആത്മാരാമന്മാരുടെ അവസ്ഥ. പിന്നുള്ളവരോ ആപ്തകാമന്മാർ. ആപ്തകാമൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആഗ്രഹവും എന്താ പറഞ്ഞ ആ ഫോർമുല ഒന്നിലൊരാഗ്രഹം വെച്ച് പുലർത്തുന്നത്. ആഗ്രഹം വരുമ്പോഴാണല്ലോ പ്രതീക്ഷ വരിക. അങ്ങനെ രണ്ടാമത്തെ കൂട്ട് ആപ്തകാമൻ. പിന്നെ അതുള്ളതോ അകൃതജ്ഞന്മാർ, കൃതജ്ഞന്മാർ. അവർക്ക് തിരിച്ചു കഴിയുന്നതിനെക്കുറിച്ച് ഒരു ചിന്തയില്ല, തനിക്ക് കിട്ടിയതിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കും. നാലാമത്തെ കൂട്ടർ ഗുരുദ്രോഹികൾ. അത് വളരെ വിശദമായിട്ട് കമൻട്രിയിൽ കൊടുക്കുന്നുണ്ട് എന്നർത്ഥം. കൃതജ്ഞൻ, ആ ഒരു സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുകയാണെങ്കിൽ ആരും ആയിക്കോട്ടെ, അവർ വന്ന് ഇത്രയൊക്കെ നമ്മളെ സഹായിച്ചതല്ലേ അല്ലേ, അവരില്ലായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ പ്രയാസമാണ്. നാളെ അവരെ വിളിച്ചൊരു പിന്നെ ഇനി നാളെ അവരെ വിളിച്ച് പറയാൻ പോവുക. ഇതാണ് കാരണം അവർ വന്ന് ചെയ്തു, അത് അവരേതാണ്ട് അവരുടെ ഇത് ചെയ്ത പോലാണ് നമ്മുടെ ഇതുകൊണ്ട് ഒരു സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ. അത് മക്കളോടാണെങ്കിൽ പോലും അല്ലേ, ആരോടാണെങ്കിലും അതിൽ തടസ്സം നിൽക്കുന്നത് എന്താ? നമ്മുടെ ഫോൾസ് ഈഗോ ആണ്. നമ്മൾ ഒരുപാടൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും വല്ലപ്പോഴുമൊക്കെ കുറച്ച് ശ്രദ്ധിച്ചതുപോലെ ബ്ലഷ് ചെയ്യാൻ നോക്കാറുണ്ട്. ഒരിടത്തൊക്കെ ഇങ്ങനെ കറി വരുമ്പോൾ ഒരിടത്തു നിന്ന് കുറച്ച് കപ്പ കിട്ടി, കുറേ സാധനങ്ങളൊക്കെ കിട്ടി. ഇവിടെ വന്ന് ആദ്യത്തെ ദിവസം കപ്പ കഴിച്ച് കഴിഞ്ഞ് അന്ന് തന്നെ മെസ്സേജ് അയച്ചു, കൊണ്ടുവന്ന കപ്പ കഴിച്ച് നന്നായിരുന്നു കേട്ടോ. പുകച്ച പറയാൻ പറഞ്ഞതല്ലേ. ഇത് ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരും എന്നർത്ഥം. നമുക്ക് ഒരു പക്ഷേ കിട്ടുന്ന അവർക്ക് അല്ലേ, ഗുരുജി എന്ന് ഇത് പലപ്പോഴും ചെയ്യാൻ നമുക്ക് ഒരു ഛേദമില്ലാത്ത കാര്യം അല്ലേ. പക്ഷേ അതിലേക്ക് നമുക്കൊരു ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിലേ ഇത് ചെയ്യാൻ തോന്നുള്ളൂ. അതൊന്നും ഇല്ലാത്തവരെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇങ്ങനെ 4 കാറ്റഗറി പറഞ്ഞിട്ട് പറഞ്ഞു, പക്ഷേ എന്നെ ഈ കൂട്ടത്തിലൊന്നും കൂട്ടരുത്. യാഹന്തു സഖ്യോപജതോപി ജന്തൂൻ ഭജാമിഷീമാൻ വൃത്യവൃത്തയേ യഥാധനോ ലബ്ധതനേ വിനഷ്ടേ തച്ചിന്തയാന്യദിവൃതോ ന വേദ. അതുകൊണ്ട് എന്നെ ഈ കൂട്ടത്തിലൊന്നും കൂട്ടരുത്. എന്തുകൊണ്ട്? ഭജിക്കുന്നോ എന്നൊന്നും നോക്കിയിട്ടല്ല, സകല ചരാചരങ്ങളെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ 4 കൂട്ടത്തിലും എന്നെ കൂട്ടരുത് എന്ന് പറഞ്ഞതാണ്. ഒരുപാട് വിശദീകരിക്കും. കമൻട്രിയൊക്കെ പണ്ഡിറ്റ് ഗോപാലൻ നായർ കുറേ എഴുതിയിട്ട് പറയും, ഇനി വിസ്തരിക്കുന്നില്ല എന്ന്. അങ്ങനെയാണ് ഈ ഭാഗങ്ങളൊക്കെ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പം ഇത് ശ്രദ്ധിച്ച് കുറച്ച് താല്പര്യം കുറച്ച് പേർക്കെങ്കിലും ഉണ്ടായാൽ ഒരു വിശദമായ ഈ പഠനത്തിനൊരു ഇൻസ്പിറേഷനായാൽ നമ്മെ ഏൽപ്പിച്ച ദൗത്യം കുറച്ച് വിജയിച്ചു എന്ന് പറയാം. ഒരു ഇൻക്വിസിറ്റീവ്നെസ്, രാസലീല ഇത്രയൊക്കെ ഉണ്ടല്ലേ, എന്നാൽ ഒന്ന് പഠിച്ച് കളയാം. മലയാളി എപ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ, ഒന്ന് പഠിച്ച് അങ്ങനെ ശ്രദ്ധയോടെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് കുറച്ച് ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിനൊരു അവസരം ആയിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ഭഗവാൻ കുറേ കാര്യങ്ങൾ വിശദീകരിച്ചു അവരോട്. അതുകൊണ്ട് വളരെ ചെറിയൊരു അധ്യായമാണ്, 22 ശ്ലോകങ്ങൾ മാത്രമുള്ള ഒരു അധ്യായമാണിത്. അങ്ങനെ ഏതായാലും ഈ സാധാരണ ഒരു ഇത് വെച്ചിട്ട് ഭഗവാനെ ജഡ്ജ് ചെയ്ത് ശരിക്കും നമുക്ക് അങ്ങനെ മനസ്സിലാക്കാവുന്ന ലൗകികമായ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഭഗവാനെ ജഡ്ജ് ചെയ്യാൻ നോക്കരുത്. അതിനൊക്കെ അപ്പുറത്തുള്ളതാണ് ഭഗവാന്റെ അല്ലെ ഭഗവത് തത്വം എന്ന് ഒന്ന് ബോധിക്കുക എന്നുള്ള മാത്രമാണ് അതിൽ നമുക്ക് ചിന്തിക്കാനുള്ളത്. അടുത്ത 33-ാമത്തെ അധ്യായമാണ് ആചാര്യന്മാരൊക്കെ വിശേഷിപ്പിക്കുന്ന
മഹാരാസലീല എന്ന് സൂചിപ്പിക്കുന്നു. ഇത് വൃന്ദാവനത്തിൻ്റെ 7 വനങ്ങളുള്ളതിലെ നിധിവനം എന്ന സ്ഥലത്താണ് ഇത് നടക്കുന്നത്. ഇന്നും അവിടെ നടക്കുന്ന ലീലയായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത് സന്ധ്യയായ ആ ഭാഗത്തുള്ള എല്ലാവരും ജനൽ പോലും അടയ്ക്കും, പിന്നെ തുറക്കുകയില്ല. അതുപോലെ അവിടെ ഒരു ശൃംഗാര മുറിയൊക്കെ ഉണ്ട്. അവിടെ ഇവർ പൂജയ്ക്കുള്ള എല്ലാ സാധനങ്ങളും അത് സാധനങ്ങളൊക്കെ അടുക്കി വെച്ച് എന്നിട്ട് പൂട്ടി പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ഇത് മുഴുവൻ ഇതാക്കിയിട്ടിരിക്കുന്നത് ഇന്നും നടക്കുന്നു എന്നാണ് പറയുന്നത്. നിധിവനത്തിൽ ഈ രാസലീല ഇന്നും ലൈവായിട്ട് അവിടെ ഉണ്ട് എന്നാണ് അവിടെ ഉള്ളവരൊക്കെ വിശ്വസിക്കുന്നത്. അങ്ങനെ ഇദ്ധം ഭഗവതോ ഗോപ്യസൃത്വാ വാചസുപേശലാഹ ജഹുർവിരഹജം താപം തദംഗോപചിതാശിഷ. അതുകൊണ്ട് ഭഗവാന്റെ അതിമനോഹരമായ ഈ വാക്കുകളെ കേട്ടതോടുകൂടി അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന ദുഃഖം മുഴുവൻ ഇല്ലാതെ. ഇതാണ് ശ്രദ്ധേയമായ ഒരു വസ്തുത. എപ്പോഴാണ് ഭഗവാന്റെ വാക്കുകളെ നമുക്ക് ഒരു ഗുരുക്കന്മാരിൽ കൂടി ശാസ്ത്രപഠനത്തിൽ കൂടി കേൾക്കാൻ സാധിക്കുന്നത്? അപ്പോൾ മാത്രമാണ് നമുക്ക് ദുഃഖം ഇല്ലാതാക്കാൻ കഴിയുക. കാരണം എല്ലാ ദുഃഖത്തിനും കാരണം നേരത്തെ പറഞ്ഞ പോലെ അജ്ഞാനമാണ്. അത് ജ്ഞാനം കൊണ്ട് മാത്രമേ സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സന്തരിഷ്യസി എന്ന് സൂചിപ്പിക്കുന്നതാണ്. സർവം എല്ലാത്തരം ദുഃഖങ്ങളും കടന്നു കിട്ടാനുള്ള ഒരേ ഒരു മാർഗം ഹരിനാമകീർത്തനത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ പറയും, ദുരിതാബ്ധീയതൻ നടുവിൽ മറിയുന്നവർക്ക് പുനരൊരു പോതമായി വരിക. പോതം എന്ന് പറഞ്ഞാൽ എനി ഫ്ലോട്ടിംഗ് ഓബ്ജക്റ്റ്, നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു പൊങ്ങുതടിയെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനെ ആശ്രയിച്ചാൽ നമുക്ക് കിടക്കാം. അല്ലാത്തവരോ, ഈ വിവേകം ഇല്ലാത്തവരുടെ ഉദാഹരണം ഭാഗവതത്തിൽ സൂചിപ്പിക്കും അല്ലേ. ഒരു നായ അഥവാ നമ്മുടെ അങ്ങോട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ ഒരു പട്ടി കടലിൽ വീണു. അതെങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തത്രപ്പെട്ട് നീന്തുക. അപ്പോഴാണ് ഇതുപോലെ വീണ വേറൊരു പാർട്ടിയുണ്ട് പുറകിൽ, ഒരു മനുഷ്യൻ. അയാൾ വിചാരിക്കുക ആ പട്ടിയുടെ വാലിൽ പിടിച്ചാൽ എനിക്കങ്ങ് രക്ഷപ്പെടും. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ആശ്രയിക്കത്തക്ക ഒരു ഫ്ലോട്ടിംഗ് ഓബ്ജക്ട്സിനെയാണ് അവിടെ ബോധം എന്ന് സൂചിപ്പിച്ചത്. അപ്പോൾ ഈ സംസാരസാഗരം കടക്കാൻ ആശ്രയിക്കാവുന്നത് ഭഗവാൻ മാത്രമാണ്. എന്തുകൊണ്ട്? ഇതിന് മുഴുവൻ കാരണമായ മൂലകാരണമായ അജ്ഞാന നിരാസത്തിന് അതാണ് ജ്ഞാനതിമിരാന്ധസ്യ എന്നുള്ള ശ്ലോകമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അവർക്ക് വിരഹജം താപം ജഹു. അവിടെ വിരഹജം എന്ന് പറയുമ്പോൾ ഭഗവാനെ കിട്ടാതെ വന്ന വിരഹത്തിൽ നിന്നുണ്ടായ ദുഃഖം എന്നെടുക്കാം. അതുപോലെ എല്ലാ ദുഃഖത്തിൻ്റെയും ഒരു അനാട്ടമി നമ്മൾ നോക്കിയാൽ കാണും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു ആഗ്രഹത്തിനുള്ള നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് എന്തെങ്കിലും ഒന്നിങ്ങനെ നമ്മളെ പ്രിക്ക് ചെയ്യുമ്പോഴാണത് ദുഃഖം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഈ ഒരു ഭഗവത് പ്രാപ്തിയോടുകൂടി തത്വജ്ഞാനത്തോടുകൂടി മാത്രമേ ഇല്ലാതാകുകയുള്ളൂ. അത് ഗോപികമാർക്ക് സാധിച്ചു എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചത്. പിന്നെ ആ രാസോത്സവത്തെയാണ് വർണ്ണിക്കുന്നത്. ഏതെല്ലാം തരത്തിൽ ആദ്യമൊക്കെ രണ്ട് പേരുടെ നടുക്കായിട്ട് ഒരു ഭഗവാനെ കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോ ഗോപികമാർക്കും ഭഗവാനെ കിട്ടി. കാരണം ഇവർ ആദ്യമേ പ്രാർത്ഥിച്ചതെന്താ? പതിം മേക്കുരു എന്നാണ് പ്രാർത്ഥിച്ചത്. എനിക്ക് ഭർത്താവായിട്ട് വരട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. എന്തുകൊണ്ട്? ആ ശരീരത്തിലൊരാത്മാവുണ്ട് എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ എന്താ? ഈ ശരീരം നിലനിൽക്കുന്നത് ആത്മാവിലാണ്. നമ്മളിപ്പം ധരിക്കുന്ന ഈ ശരീരത്തിനകത്തൊരു ആത്മാവുണ്ട് എന്നാണ്. ശരിയായ ധാരണ വന്നു കഴിയുമ്പോൾ ഈ ശരീരവും ജീവഭാവവും ഒക്കെ നിലനിൽക്കുന്നത് ആത്മാവിലാണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതാണിവിടെ സൂചിപ്പിച്ചു. അതിനനുസരിച്ച് അവർ അനുഭവിച്ച ആ ലീലകളെ മുഴുവൻ ആ 32ാമത്തെ അധ്യായത്തിൽ സൂചിപ്പിച്ചതിൻ്റെ ബാക്കി ഭാഗം മുഴുവനാണ്. അതുകൊണ്ടാണ് ആ രാസക്രീഡയുടെ ആ സമയത്ത് എത്രയോ വിമാനങ്ങൾ ഇങ്ങനെ നിരന്നു നിന്നു എന്നാണ് പറയുന്നത്. കോടി, എത്രയോ ഒരു എണ്ണം പറയുന്നുണ്ട്, എത്രയോ കോടി, 110 കോടി അങ്ങനെ കണ്ടാണ് ഒരു ഗോപികമാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് കാണുന്ന വൃന്ദാവനമൊന്നും അല്ല, നമ്മളീ പറയുന്ന നിധിവനമൊന്നുമല്ല. അവിടെ അങ്ങ്
ശോലമായിട്ട് അങ്ങോട്ട് ഇത് കഴിഞ്ഞു. വിടാസത്തിന് മുകളിൽ നിന്ന് ഈ ദേവന്മാരും ദേവസ്ത്രീകളും ഒക്കെ വന്ന് ഈ ഇല്ല, അതുകൊണ്ട് ഭട്ടതിരിപ്പാട് പറയുന്നിടത്ത് ബ്രഹ്മശങ്കരമുഖ അവരെയൊക്കെ അവിടെ സാന്നിധ്യം, കാരണം അവരൊക്കെ വന്ന്, കാരണം ഇത് ഭൂലോകത്ത് എങ്ങും ഉണ്ടായിട്ടില്ലാത്ത ഭഗവാൻ തൻ്റെ സ്വധാമത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന 2 സാധനങ്ങൾ, ഒന്ന് വൃന്ദാവനം രാസലീലയും രാധാദേവിയാണെന്നാണ് കഥ പറയുന്നത്. ദേവി ഭാഗവത്തിലും അല്ല മറ്റേ ഗർഗഭാഗവത്തിലൊക്കെ അത് വിശദമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ അഭിപ്രായം അതിനൊന്നും പറയാനില്ല. അതിൽ വിശദമായിട്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലേക്ക് കൂടുതൽ പ്രസിദ്ധമായത് ഈ ഗർഗഭാഗവതമൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ വൃന്ദാവന പരിക്രമം ഇങ്ങനെ പലയിടത്തും പോകുന്നിടത്ത് കൃഷ്ണനും രാധയും തമ്മിലുള്ള വിവാഹം ബ്രഹ്മദേവൻ വന്ന് നടത്തില്ലേ, ബ്രഹ്മദേവനല്ലേ നടത്തിക്കൊടുത്ത സ്ഥലം ഇപ്പോഴും ഉണ്ട് എന്നർത്ഥം. അവിടെ 2-3 അമ്മമാരിപ്പുണ്ട്. അന്നത്തേതിൻ്റെ ബാക്കി ഇത്തിരി പ്രസാദം ഉണ്ടെന്നും പറഞ്ഞ് നമുക്ക് ഇത്തിരി പൂരിയും ഇതൊക്കെ കൂടെ തരികയും ചെയ്യും പ്രസാദം. അപ്പോൾ അവിടുത്തെ, പക്ഷേ നമുക്ക് ഭാഗവത്തിൽ അങ്ങനെ ഒരു ഇതേ ഇല്ല, രാധയുടെ പേരേ ഇല്ല എന്ന് പറഞ്ഞിടത്ത് പിന്നെ അവിടെ വിവാഹം എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ഗർഗഭാഗവതം ഇതുമായിട്ട് കുറച്ച് വ്യത്യാസങ്ങളുണ്ടായെന്നർത്ഥം. ഏതായാലും അവരുടെ ആ ഒരു ആസ്വാദനമാണ് വിശദമായിട്ട് സൂചിപ്പിക്കുന്നത്. ഇനി ഇതിൽ ശ്രദ്ധേയമായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യം, വളരെ വിശദമായിട്ട് കമൻട്രി, അത് താല്പര്യമുള്ളവർ ഈ അധ്യായം വളരെ വിശദമായിട്ട് അങ്ങോട്ട് പഠിക്കുക, അതേ പറയാനുള്ളൂ. ഇതിൽ അവസാന ഭാഗത്ത് 27ാമത്തെ ശ്ലോകത്തിൽ, അതാണ് നമുക്ക് ഈ അക്കാഡമിക് ഇൻട്രസ്റ്റ് ആയാലും ഭാഗവത്തിൻ്റെ ആ ഒരു ഭാവമായാലും സനാതനധർമ്മത്തിൻ്റെ തത്വശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകതകൾ ആ ആംഗിൾ, പല ആംഗിളിൽ നിന്ന് നമുക്കതിനെ കാണാം. രാജാവിൻ്റെ ചോദ്യമാണ്, നല്ലൊരു ശ്രോതാവായ ശ്രീപരീക്ഷത്തിൻ്റെ ചോദ്യമാണ്. സംസ്ഥാപനായ ധർമ്മസ്യ പ്രശമായേതരസ്യ ച അവതീർണോ ഹി ഭഗവാൻ അംശേന ജഗദീശ്വരഃ സകഥം ധർമ്മസേതൂനാം ഭക്താകർത്താഭിരക്ഷിത പ്രദീപമാചരത് ബ്രഹ്മൻ പരദാരാഭിമർശനം. ഇതാ ചോദ്യം. സംസ്ഥാപനായ ധർമ്മസ്യ, നമ്മൾ നേരത്തെ ഭഗവത്ഗീത ഭാഗം ചിന്തിച്ചാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവതാരം? പരിത്രാണായ എന്ന് പറഞ്ഞു തുടങ്ങരുത്, പിന്നെന്ത് വേണം? ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി. അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ വാചകം ഒന്നുകൂടെ പറയുകയാണ്, ഇൻസിഡൻ്റൽ ആൻഡ് ആൻസിലറി ഇഫക്റ്റാണ് സാധൂനാം പരിത്രാണായ. ഓക്കെ, അത് തന്നെ ഇവിടെ സൂചിപ്പിച്ച് സംസ്ഥാപനായ ധർമ്മസ്യ, ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ഭഗവാൻ, അതുപോലെ ഇതര പ്രശമായ അത് സൂചിപ്പിച്ചു എന്നർത്ഥം. അപ്പോൾ അധർമ്മത്തെ ഇല്ലാതാക്കാനും ധർമ്മത്തെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി സൂചിപ്പിച്ചത് എന്നർത്ഥം. അതുകൊണ്ട് അങ്ങനെ അവതരിച്ച ഭഗവാൻ സകഥം ധർമ്മസേതുവിനാം ഭക്താകർത്താഭിരക്ഷിതാഹ, അല്ലേ? ഈ അങ്ങനെയുള്ള ഭഗവാൻ, ധർമ്മത്തെ ഉപദേശിക്കേണ്ട ഭഗവാൻ, അതിനെ നടപ്പാക്കേണ്ട ഭഗവാൻ ഈ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെയൊക്കെ രമിച്ചു എന്ന് പറയുന്നത് ഒരു വിപരീത ഭാവമല്ലേ? നമ്മൾ ചിന്തിക്കും, ഉറക്കെ ചിന്തിക്കാറുണ്ട്, പരീക്ഷത്തിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ആർക്ക് വേണ്ടിയിട്ടായത്? ഇനി വരാനിരിക്കുന്ന നമ്മുടെ തലമുറയെ ഉദ്ദേശിച്ച് പരീക്ഷത്തിന് ചോദിച്ചാണ്. അത് പരീക്ഷത്തിന് സംശയമല്ല, അത് ഉത്തരവാണ്. ആപ്തകാമോ യദുപതി കൃതവാൻ വൈ ജുഗുപ്സിതം കിമഭിപ്രായ ഏതം ന സംശയം ചിന്തി സുവ്രത. ഇങ്ങനൊരു സംശയം എനിക്കുണ്ട്. ആപ്തകാമനായ ഭഗവാൻ എന്തിനു വേണ്ടിയിട്ട്? അല്ല, ലീലയായിട്ടാണ്. കാരണം നേരത്തെ നമ്മൾ സ്കിപ്പ് ചെയ്ത ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നത് തന്നെ, എങ്ങനെയാണ് ഭഗവാൻ ഗോപികമാരുമായിട്ട് രമിച്ചത്? രേമേ, ശ്ലോകം മറന്നുപോയി. ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണോ കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബം നോക്കിയിട്ട്, പഴയ നഴ്സറി സോങ് ഓർമ്മ വരാറുണ്ട്. അതായത് നമ്മുടെയൊക്കെ കൊച്ചിലെ സമയത്തുള്ള നഴ്സറികൾ, അമ്മായിങ്ങു വായോ അതിശയം കാണാൻ ചുമ്മാ പറയല്ലേ ചിത്തക്കുട്ടിയല്ലേ. എന്തിനാ? കണ്ണാടിയിൽ ഇത് കണ്ടിട്ടേ ചിരിക്കുമ്പോൾ അവിടെ ചിരി കാണും. ഇതുപോലെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷനുള്ള ഒരു റൂമിൽ കയറി നിന്ന് നമ്മൾ എങ്ങോട്ട് നോക്കി ചിരിച്ചാലും ചിരിയോ ചിരി കാണാൻ സാധിക്കും.
കരഞ്ഞാലോ കരഞ്ഞ മുഖം തന്നെ കാണാൻ സാധിക്കും. അപ്പം ഈ മൾട്ടി റിഫ്ലക്ഷൻ്റെ തത്വം അറിഞ്ഞിട്ട് വേണം ഈ പ്രപഞ്ച വ്യവഹാരങ്ങളിൽ നമ്മൾ ഏർപ്പെടാൻ. അതിന് പണ്ട് ഗുരുദേവനാണോ വേറെ ആരോ ആണോ ഒരു പട്ടിയെ പൂട്ടിയിട്ട കഥ പറയുന്നത്. ഒരു വീട്ടിൽ ഒരു പട്ടിക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോഴും പലയിടത്തും അങ്ങനെയാണല്ലോ, ബെഡ്റൂമിൽ വരെ അല്ലെ കട്ടിലെ വരെ അങ്ങനെ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരു മുറിയിൽ മാത്രം പട്ടിക്ക് പ്രവേശനമില്ല. അപ്പം ഈ പട്ടി പലപ്പോഴും വിചാരിക്കുക എൻ്റെ മുമ്പിലൊക്കെ ചെന്ന് നോക്കിയിട്ട് പറ്റുന്നില്ല. ഒരു ദിവസം ഈ പട്ടി ഒറ്റയ്ക്കായി, ഗൃഹനാഥനും ഗൃഹനാഥയും എല്ലാം. അപ്പം ഈ പട്ടിക്കൊരു തോന്നൽ, കഥയാണ്, കഥയിൽ ചോദ്യമില്ല, പട്ടിക്കൊരു തോന്നലുണ്ടായി, ഈ മുറിയിൽ എന്തുകൊണ്ട് എനിക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല. അപ്പം അവിടെ ചെന്ന് അതിൻ്റെ ഈ ലോക്കിങ്ങനെ ഇടുമല്ലോ, അത് തട്ടിപ്പൊക്കി തുറന്നപ്പോഴാണ് അനേകം പട്ടികളാണ് അതിനകത്ത് നിറച്ച്. ആശയ മനസ്സിലായി? മൾട്ടിപ്പിൾ റിഫ്ലക്ഷനുള്ള നിറയെ ഇത് മിറർ വെച്ചിരിക്കുന്ന മുറിയാണ്. അത് ചുമ്മാതല്ല ഈ ഗൃഹനാഥൻ ഇത്രയും പട്ടികളുമായി, അത് ഞാൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് വെച്ച് ഇത് അങ്ങോട്ട് ഓരോ മുകളിലോട്ട് നോക്കി ഓരോ പട്ടിയെ പോയി അടിച്ചടിച്ചടിച്ച് അവസാനം ഗൃഹനാഥൻ വന്നപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ പട്ടിയെ കാണുന്നില്ല. അയ്യോ അപകടം എന്താ സമയം ചെന്ന് നോക്കിയപ്പോൾ ചോര ഒഴി പട്ടി ചത്ത് കിടക്കുന്നു. ഇതുകൊണ്ടാണ് ഗൃഹനാഥൻ ഇവിടെ കയറ്റാതിരുന്നത്. ഈ അനുഭവമാണ് നമുക്ക് പാഠം. അപ്പോൾ ഭഗവാൻ ഗോപികമാരുമായിട്ട് രമിച്ചത് കൊച്ചുകുട്ടി കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബം കണ്ട് രമിച്ചതുപോലെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയില്ലെങ്കിലാണ് ഈ വൈരുദ്ധ്യങ്ങളെല്ലാം സംഭവിക്കുക എന്നർത്ഥം. അത് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുക, ശ്രീ ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ് അതിനുത്തരം. എന്താ പറയുന്നത്? ധർമ്മവ്യതിക്രമോ സൃഷ്ട ഈശ്വരാണാം ച സാഹസം തേജീയസാം ന ദോഷായ വന്യേ സർവഭുജോ യഥാ. ഈ ഈശ്വരതുല്യന്മാരായുള്ള അഥവാ ഈശ്വരാവതാരങ്ങളായിട്ടുള്ള അവരുടെ ധർമ്മമര്യാദകളൊന്നും നമ്മുടെ സാധാരണ ബുദ്ധിക്ക് പിടികിട്ടുന്നതല്ല. അത് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. അതിന് ഉദാഹരണം അവിടെ സൂചിപ്പിച്ചത് വന്യേ യഥാ സർവഭുജ മന്യേത. സർവഭക്ഷകൻ എന്നൊരു പേരുണ്ട് അഗ്നിക്ക്. അതുകൊണ്ടാണല്ലോ അനലൻ എന്നൊരു പേര് വന്നത് എന്ന്. അലം എന്ന് പറഞ്ഞാൽ മതി എന്നുള്ള ഭാവം അതില്ലാത്തതുകൊണ്ടാണ് അഗ്നിക്ക് അനലൻ എന്ന് പേര് വരാൻ കാര്യം അർത്ഥം. ആ എത്ര കിട്ടിയാലും ഇങ്ങനെ ഭുജിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയെ പോലെ മഹാത്മാക്കളുടെ കർമ്മങ്ങളെ ഇതൊന്നും ബാധിക്കുകയില്ല. അഗ്നിക്ക് ഏതെങ്കിലും ഇല്ലേ പൊട്ടാസ്യം സയനൈഡ് ഇട്ടാലും പാൽപ്പായസം ഒഴിച്ചു കൊടുത്താലും അതേ ഒരേപോലെ കത്തിപ്പോവും എന്നുള്ളതല്ലോ. അതാണ് അവിടെ സൂചിപ്പിച്ച പ്രധാന ഒരു സംഗതി എന്നർത്ഥം. അതുകൊണ്ട് എന്ത് വേണം? ഉദാഹരണം സൂചിപ്പിച്ചു, ഈശ്വരനല്ലാത്ത ഒരാൾ, അതായത് കർമ്മം കൊണ്ട് ആ ഭാവത്തിൽ എത്താത്ത ആളുകൾ ഒരിക്കലും ഇതിനെ മനസ്സുകൊണ്ട് ഇല്ലെങ്കിൽ കർമ്മം കൊണ്ട് ആചരിക്കാൻ ശ്രമിക്കരുത് എന്നർത്ഥം. എന്തുകൊണ്ട്? ഈ അടുത്ത ശ്ലോകത്തിൽ അതിന് ഉദാഹരണം എന്താ പറഞ്ഞത്? വിനശ്യത്യാചരൻ മൗഢ്യാത് യഥാ രുദ്രോ അബ്ധിജം വിഷം. അപ്പോൾ അനുകരിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? മഹാദേവൻ വിഷപാനം ചെയ്തില്ലേ? കഥ അറിയാമല്ലോ. പാലാഴിമഥനത്തിൽ കളകൂടെ വിഷം വന്നപ്പോൾ എല്ലാവരും കൂടെ ഭഗവാനെ ശരണം പ്രാപിച്ചു. അപ്പോൾ ഭഗവാൻ ദേവിയെ ഒന്ന് നോക്കി, അന്നേ ഉണ്ട് അത് അങ്ങനെയെന്ന് പറയും, ദേവിയെ ഒന്ന് നോക്കി. അപ്പോൾ ദേവി കണ്ണ് കാണിച്ചു, ആയിക്കോട്ടെ. അങ്ങനെ ഭഗവാൻ അത് കരതലീകൃത്യ എന്നൊരു പ്രയോഗമുണ്ട് അവിടെ. ഇങ്ങനെ വ്യാപിച്ചു കിടന്ന അതിനെ ഭഗവാൻ തന്നെ ചില പടത്തിൽ കാണും, മഹാദേവൻ ഇങ്ങനെ വെച്ചിട്ട് ഇത്. അപ്പോൾ അങ്ങനെ വല്ലതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അത് പോയി അങ്ങോട്ട് ചെയ്തോളൂ. അത് അടുത്ത ശ്ലോകത്തിലാണ് സൂചിപ്പിക്കുന്നത്. ഇത് ആചരിക്കാൻ പാടില്ല, മഹാത്മാക്കളുടെ വാക്കുകളെ മാത്രം ശ്രദ്ധിക്കാൻ
പഠിക്കൂ. അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഈശ്വരാണാം വചസത്യം തഥൈവാചരിതം ക്വചിത്. ഈശ്വരതുല്യരായ അവതാരമൂർത്തികളുടെ മഹാത്മാക്കളുടെയൊക്കെ വാക്കിനെ ശ്രദ്ധിച്ചോളൂ, അവരുടെ ആചരിതം ശ്രദ്ധിക്കാതിരിക്കൂ. അവരുടെ വാക്കിലെ ശ്രദ്ധിച്ചോളൂ. അതുകൊണ്ട് എന്താ അവിടെ സൂചിപ്പിച്ച ബുദ്ധിമാൻ തത് സമാചരേത്. ആചരിക്കണം എന്ന് അവർ വാക്കുകളിൽ കൂടി നമുക്ക് തന്നിരിക്കുന്ന ഉപദേശങ്ങളുണ്ടല്ലോ, അത് ആചരിച്ചോളൂ. അല്ലാതെ അവർ ചെയ്ത കർമ്മങ്ങളെ ഭഗവാൻ ഗോപികമാരുമായിട്ടൊക്കെ രമിച്ചു. എന്നാൽ പിന്നെ ആദ്യം പോയി ആ കളവുടെ വിഷം കുറച്ച് സേവിച്ചിട്ട് വരൂ. ഇത് നമ്മുടെ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയുണ്ട് എന്നർത്ഥം. നമ്മുടെ പെട്ടെന്ന് പരമഹംസ ഭട്ടാരക ചട്ടമ്പിസ്വാമി അപ്പം ഒരു ശിഷ്യൻ ഇങ്ങനെ പിറകെ കൂടി ഇങ്ങനെ വല്ല സിദ്ധിയൊക്കെ എനിക്കൊന്ന് പഠിക്കണം. അപ്പോൾ പറഞ്ഞു നോക്കി, അല്ല ഇത് അങ്ങനെയൊന്നും കിട്ടുന്നതല്ല ഇതൊന്നും പറഞ്ഞു. വളരെ പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചട്ടമ്പിസ്വാമികൾ ഒന്ന് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. മുറി അടച്ചകത്തിരിക്കുമ്പോൾ ഇടയ്ക്കൂടെ നോക്കിയാൽ കാണാമെന്ന് പറഞ്ഞു. സ്വാമികൾ ഇങ്ങനെ ഇരുന്നിട്ട് നേരെ മുകളിലേക്ക് പോയി റൂഫിൻ്റെ അവിടെ ചെന്ന് ഇത്രയും നിന്നിട്ട് നേരെ താണു വന്നു. ഇതൊരു ശിഷ്യന് മാത്രം കാണിച്ചു കൊടുത്തു. അയാളോടുള്ള ആ ഒരു പ്രത്യേക താല്പര്യമാണ്. വേറൊരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വേണം. അപ്പോൾ ശരി, ഞാൻ ഓരോന്ന് ചെയ്യുന്നത് അതുപോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ പോയ വഴിക്ക് ഈ ഇതുണ്ടല്ലോ, മൂശയിൽ വാർത്തെടുക്കുന്ന ഈ മോൾട്ടൺ ഇത് ബോർഡിൻ്റെ ഇതെല്ലാം കൂടി ഇട്ടുരുക്കി എത്രയോ അത് 3000-4000 ഇതിൽ ഫാരൻഹീറ്റാണ് അതിൻ്റെ ചൂട്. അവിടെ ചെന്ന് സ്വാമിയെ കൈകൊണ്ട് ഒരു ഇത്തിരി വായിൽ വെച്ചുകൊണ്ട് നടന്നു ചെയ്തോളൂ. ശിഷ്യൻ ഓടിയ വഴിക്ക് പുല്ല് ഇനിയും കെടുത്തിട്ടില്ല. കഥയായിട്ട് കേട്ടിട്ടുണ്ട്. മഹാത്മാക്കളുടെ ചെയ്തികളെ അനുകരിക്കാൻ നോക്കരുത്. ഭാഗവത് സ്പഷ്ടമായിട്ട് സൂചിപ്പിക്കുന്നു. ഈശ്വരാണാം വച സത്യം, അവരുടെ വാക്കാണ് സത്യമായിട്ടുള്ളത്. അതുകൊണ്ട് ആചരിതവും ഒക്കെ നമുക്ക് അനുകരിക്കാൻ പറ്റിയതല്ല. അതുകൊണ്ട് വാക്കുകളെ ശ്രദ്ധിക്കൂ. ആ വാക്കിനനുസരിച്ച് അവർ ആചരിക്കണം എന്ന് പറയുന്നതിനെ ആചരിച്ചോളൂ, അല്ലാതെ അവർ ചെയ്തതിനെ ഇത് സ്പഷ്ടമായിട്ട് സൂചിപ്പിച്ചു. പിന്നെ കുറച്ചുകൂടെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ ഗോപികമാർക്ക് ഇത് സാധിക്കാൻ കാരണം നിരഹങ്കാരിണാം, ഭക്തിഭാവത്തിൽ വന്നിട്ട് അവർക്ക് ഈ അഹങ്കാരത്തിൽ നിന്ന് അവർക്ക് മോചനം നേടി. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞില്ലേ ശ്ലോകം, നഖലു ഗോപികാ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മതൃ. ഈ ഭാവത്തിൽ വന്ന ഒരാളിന് പിന്നെ എവിടുന്ന് എന്തിരിക്കുന്നു? അവർക്ക് എങ്ങനെ ഇത് അവർ ചെയ്താലും അവർക്ക് വിപര്യേണ ഇതിനനുസരിച്ച് അങ്ങനെ ചെയ്താലും മറിച്ചും വിപര്യമായിട്ട് മറിച്ച് ചെയ്താലും അവരെ ഇതൊന്നും ബാധിക്കില്ല. അപ്പോൾ ആ ഭാവത്തിലേക്ക് ഉയർന്നവരുടെ ആ ഒരു അവസ്ഥയെ അവിടെ സൂചിപ്പിച്ചു. പിന്നെ ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലീലയൊക്കെ ഇങ്ങനെയൊക്കെ ആടിയത് അത് സ്പഷ്ടമായിട്ട് സൂചിപ്പിച്ചു. അവസാന ഭാഗം അനുഗ്രഹായ ഭൂതാനാമാനുഷം ദേഹമാസ്ഥിത. എന്തിനാണ് അവതാര ലീല? അനുഗ്രഹായ ഭൂതാന. വേറൊരു കോണ്ടസ്റ്റേറ്റ് അനുഗ്രഹായ ഭക്താനാമെന്നും ഒരു കാണാമെന്ന്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുണ്ടായിട്ടുള്ള എല്ലാറ്റിനെയാണ് ഭൂതം എന്നുള്ള വാക്കുകൊണ്ട്. അപ്പോൾ അവരെയൊക്കെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ദേഹമാസ്ഥിത. അപ്പോൾ ഈ മനുഷ്യദേഹം സ്വീകരിച്ചിട്ട് ആ ക്രീഡയായിട്ട് ഇതൊക്കെ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഭഗവാൻ ഭഗവത്ഗീത സൂചിപ്പിക്കും. പെട്ടെന്ന് ഭഗവത്ഗീതയിലേക്ക് ചിന്ത പോയതാണ് അല്ലേ? ജന്മകർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ. ആരാണോ എൻ്റെ ജന്മകർമ്മങ്ങളെ തത്വത്തിൻ്റെ അകമ്പടിയോടുകൂടി താത്വികമായി അറിയുന്നത്, അവർ ത്യക്വാ ദേഹം, അവർ ദേഹം ഉപേക്ഷിക്കുമ്പോൾ പുനർജന്മ ന ഏതി മാം ഏതി. അപ്പോൾ ഭഗവാന്റെ ലീലകളൊക്കെ ഇങ്ങനെ എൻ്റെ തത്വത്തോടു കൂടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്ലൈൻഡായിട്ട് പുറമേ കാണുന്ന സ്ഥൂലമായ ഭാവം മാത്രം നോക്കിയാൽ പോരാ.
അതിൻ്റെ സൂക്ഷ്മമായ തത്വത്തെ കൂടി ഗ്രഹിക്കാൻ കഴിയണം. അങ്ങനെ വരുന്നവർ ത്യക്വാദേഹം, അവർ പിന്നെ മരിക്കുന്നില്ല, ചാകുന്നുമില്ല, പിന്നെ ദേഹം ഉപേക്ഷിക്കുകയാണ്. അവർക്ക് പിന്നെ പുനർജന്മജ്ഞായേതി മാം ഏതി യദ്ഗത്വാ ന നിവർത്തന്തി തദ്ധാമ പരമം മമ. എവിടെ എത്തിയാൽ മടങ്ങി വരവില്ലയോ അതാണ് എൻ്റെ പരമമായ ധാമം. ആ അവസ്ഥയിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും. അതാണ് അനുഗ്രഹായ ഭൂതാനാം മാനുഷം ദേഹമാസ്ഥിത ഭജതേ താദൃശീ ക്രീഡ യാ ശ്രുത്വാ തത്പരോ ഭവേ. ഇപ്പോൾ ഭഗവത് കഥകൾ ശ്രീപരീക്ഷത്തിൻ്റെ അനുഭവം അവസാനം പറഞ്ഞു, നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു എന്നായിരുന്നു. ഭവതോ ദർശനം യത് സ്യാത് അപുനർഭവ ദർശനം എന്ന് കുന്തിദേവി പറഞ്ഞ പോലെയാണ് ഇവിടെ ആ ഭഗവാന്റെ കഥകൾ പറഞ്ഞ് കേൾപ്പിക്കുക വഴി എനിക്ക് എൻ്റെ മനസ്സ് ഭഗവാനിൽ, ഭഗവത് തത്വത്തിൽ, ഇതാണ് കഥ കേൾക്കുന്നതുകൊണ്ടുള്ള അനുഭവം ഉണ്ടാകട്ടെ. അങ്ങനെ ഭക്തന്മാർക്ക് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ലീലകളൊക്കെ ആടിയത്. ഏകാദശം തുടങ്ങുന്ന 3-ാമത്തെ അധ്യായത്തിൽ കാണാം. ഇതൊക്കെ കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ടൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. ഇതിനെ ഒന്നും അതേപോലെ വിശ്വസിക്കരുത്. അത് കുറച്ച് കോൺട്രവേഴ്സി ഉള്ളതാണ്, നമ്മൾ അതേ കിടക്കുന്നെങ്കിലും അവിടെ ഒരു സൂചന 3-ാമത്തെ അധ്യായത്തിലാണെന്ന് ഓർമ്മ. ഇത് കുറച്ച് ഇതായിട്ട് പറയും. അതുകൊണ്ട് അതിൻ്റെ സ്പിരിറ്റ് നന്നായിട്ട് ഉൾക്കൊള്ളാൻ കഴിയണം. സ്ഥൂലമായ ഭാവം മാത്രം കണ്ടാൽ പോരാ എന്ന് സ്പഷ്ടമായിട്ട് സൂചിപ്പിച്ചു. എന്നിട്ട് ആ ഗോപികമാരെ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അവസാനത്തെ ശ്ലോകം വിക്രീഡിതം വ്രജവധൂവിരിതം ച വിഷ്ണോः ശ്രദ്ധാന്വിതോനുശൃണുയാദഥ വർണ്ണയേത് യഃ ഭക്തിം പരാം ഭഗവതി പ്രതിലഭ്യകാമം ഹൃദ്രോഗമാശപഹിനോത്യജിരേണ ധീരഃ. ഹൃദ്രോഗമില്ലാതാകാൻ ഈ കഥ, ഈ ഗോപികമാരുടെ രാസലീല ഭാഗം പഠിച്ചാൽ മതി എന്നാണ് അവിടെ സ്ഥൂലമായ ചോദ്യം. ഇത് നമ്മുടെ ഗുരുനാഥസ്ഥാനീയനായ ഒരു കേശവൻ നമ്പൂതിരി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അവിടെ ഹൃദ്രോഗം എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഭിദ്യതേ ഹൃദയഗ്രന്ഥി എന്നൊക്കെ ഭാഗത്തിൽ ആദ്യ ഭാഗത്ത് സൂചിപ്പിക്കും. നമ്മുടെ അജ്ഞാന ഗ്രന്ഥിയെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ സ്ഥൂലമായ അർത്ഥത്തിൽ ഇത് വിശ്വാസമുള്ള പല കാർഡിയോളജിസ്റ്റും ഹാർട്ട് പേഷ്യൻസിന് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെന്നും പലർക്കും അത് ഫലമാകുന്നുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അദ്ദേഹം ഇങ്ങനെ അന്ധമായിട്ടൊന്നും ഇത് ചെയ്യുന്നയാളല്ല. കാരണം അങ്ങേറ്റത്തെ റെവല്യൂഷണറി ആയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അങ്ങേറ്റത്തെ ആളായിട്ടൊക്കെ ഇരുന്നതാണ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത്. പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് മാറി ഈ വഴിക്ക് തിരിഞ്ഞ ആളാണ്. വിഷ്ണുനാരായണൻ നമ്പൂതിരി കേട്ടിട്ടുണ്ടാവുമല്ലോ. വിഷ്ണുനാരായണൻ ചേട്ടൻ അച്ഛൻ്റെ അനിയനായി പറയുന്ന ആൾ. അദ്ദേഹം നേരിട്ട് പറഞ്ഞതാണ് പലയിടത്തും ഇത് അനുഭവം ആകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഹൃദ്രോഗം ഉദ്ദേശിച്ചത് ഇതാണ് എന്നർത്ഥം. അഹങ്കാര ഗ്രന്ഥിയെ ഇല്ലാതാക്കും. എന്നിട്ടോ ഭക്തിം പ്രതിലഭ്യ, പരമമായ ശുദ്ധമായ ഭക്തിയെ തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ ഹൃദ്രോഗം ഇല്ല. എന്താ ഹൃദ്രോഗം അവിടെ? കാമം അപഹനോതി. എല്ലാറ്റിനോടും അർജുനനോട് ഭഗവാൻ 2-ാം അധ്യായം പറഞ്ഞ് നിർത്തിയത് തന്നെ അങ്ങനെയാണ്. രഹിശത്രും മഹാഭാഗോ കാമരൂപം ദുരാസദം. കീഴടക്കാൻ പ്രയാസമുള്ള കാമരൂപിയായ ശത്രുവിനെ കീഴടക്കും. ബാഹ്യമായ ശത്രുവിനെ ഓർത്താണല്ലോ ഇപ്പം നിൻ്റെ കരച്ചിൽ. അത് ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. ഏറ്റവും വലിയ ശത്രു ഈ ശത്രുസംഹാര പൂജ ക്ഷേത്രങ്ങളിൽ നടത്തുന്നുണ്ടല്ലോ. അതാണ് പണ്ട് നമ്മുടെ ഔദ്യോഗിക ഇതിൻ്റെ ഭാഗമായിട്ട് ഒരിക്കൽ കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ഒരു ചെയർമാനുമായിട്ട് സംസാരിക്കാനിടയായി. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ സംസാരിച്ചിരുന്നപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ചർച്ച വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മുടെ അനുഭവമാണ്, നേരിട്ടുള്ള അനുഭവം. അദ്ദേഹം പറഞ്ഞു, എനിക്കിത് ഇവിടെ ചാർജ് എടുത്തു കഴിഞ്ഞിട്ട് ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നു ശത്രുസംഹാര പൂജ 50 രൂപ. അവിടുത്തെ പൂജാരിയെ വിളിച്ച് ചോദിച്ചു, എന്താ ഈ ശത്രുസംഹാര പൂജ? അത് പലരും ചെയ്യിക്കാറുണ്ട്. ഈയിടെ ഒരാൾ വന്ന് ശത്രുസംഹാര പൂജ ചെയ്യിച്ചു, നല്ല ദക്ഷിണയൊക്കെ തന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പം അദ്ദേഹം വന്ന് ചോദിച്ചു, തിരുമേനി അന്ന് ആ പൂജ ശരിക്ക് ചെയ്തില്ലേ? ഓ ചെയ്തുവല്ലോ. അല്ല, അയാൾ വലിയ കുഴപ്പമില്ലാതെ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. ഇത് അദ്ദേഹം നേരിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ കഥയാണ്. ഇപ്പം ശത്രു സംഹാരം
നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കളെ ഇല്ലാതാക്കലാണ് അല്ലേ. ഇതുപോലുള്ള വേണ്ടാത്തതും ഇതുമൊക്കെ വരുന്ന ശത്രുക്കളെ, അതിനാണ് പ്രാർത്ഥിച്ച് പൂജ. അതുകൊണ്ട് ശത്രുത്വ സംഹാര പൂജയാണ് ചെയ്യേണ്ടത്, വേറൊരാളിന്. ശത്രു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതാണല്ലോ തോന്നുന്നത്. അതാണ് ഈ ഭഗവത്ഗീതയൊക്കെ പഠിച്ചില്ലെങ്കിൽ വരുന്ന കുഴപ്പം. ആത്മന്യേവ ആത്മനാ ബന്ധുഹു ആത്മൈവ രിപു ആത്മനഹ. എനിക്ക് ഞാൻ തന്നെയാണ് ബന്ധുവും, എനിക്ക് ഞാൻ തന്നെയാണ് ശത്രുവും. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ആ മനസ്സിനെ ക്രമീകരിച്ചു കൊണ്ട്, ടൈമിങ് എന്നൊരു വാക്കുണ്ടല്ലോ അല്ലേ, നമ്മൾ ഈ ആനയൊക്കെ എന്താ പറയുക, മെരുക്കുക. അതുപോലെ മനസ്സിനെ നമ്മൾ ഇങ്ങനെ ശാസ്ത്ര പഠനം കൊണ്ടും ഭക്തി കൊണ്ടും ഗുരു അനുഗ്രഹം ഇങ്ങനെ ടൈം ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നാൽ ആ മനസ്സ് നമ്മുടെ, അതുകൊണ്ടാണ് മനസ്സിനെ ഒരിക്കലും വിശ്വസിക്കുക, മറ്റുള്ളവരുടെ മനസ്സിനെ അല്ല, സ്വന്തം മനസ്സിനെ. അപ്പോൾ മനസ്സെപ്പോഴും നമ്മെ അനുഗ്രഹിക്കുന്നൊരു ചിന്ത ഉണ്ടാവരുത്. കാരണം മനസ്സ് എപ്പോഴും വികാരപരമാണ്. അതിങ്ങനെ പല വൈകാരികമായ ഇതിലേക്ക് നമ്മെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം സൂക്ഷിക്കേണ്ടത് നമ്മുടെ മനസ്സിനെ തന്നെയാണ്. അതിന് ഈ പരിശീലനം നമുക്ക് സഹായിക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ ഉറപ്പായിട്ട് അവിടെ പറഞ്ഞത്, ശത്രുവിനെ നിൻ്റെ ഉള്ളിലാണ്. ജഹി ശത്രും മഹാഭാഗോ കാമരൂപം ദുരാസതം. ദുരാസതം എന്ന് പറഞ്ഞാൽ ജയിക്കാൻ പ്രയാസമുള്ളത്. ദുരത്യയാന്നൊരു പ്രയോഗമുണ്ട്, ഭാഗം കടന്നു കിട്ടാൻ പ്രയാസമുള്ളതെന്ന്. അതിൻ്റെ വേറൊരു ഭാവമാണ് ദുരാസതം. അപ്പോൾ അതിനെ കീഴടക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇത് മുഴുവൻ ചിന്തകളുടെ രൂപത്തിലാണ് നമ്മിൽ നിൽക്കുന്നതെന്ന്. മനസ്സായിട്ടായാലും ബുദ്ധിയായിട്ടായാലും അന്ധകരണമായിട്ടായാലും ഇതെല്ലാം മനസ്സിന് 4 ഭാഗങ്ങളാണ്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇതാണ് അന്ധകരണത്തിൻ്റെ 4 ഭാഗങ്ങൾ. ഇത് മുഴുവൻ ചിന്തകളായിട്ടാണ് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത്. അതിൻ്റെ റൂട്ടാണ് ഞാൻ എന്ന ചിന്ത. അപ്പം അതിനെ വേണ്ട തരത്തിലൊരു സോഫിസ്റ്റിക്കേഷൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ പറഞ്ഞതൊക്കെ പിന്നെ അനായാസം. അത് സാധിച്ചതാണ് നമ്മൾ പറയുന്ന മഹാത്മാക്കളുടെ അവസ്ഥ. അതുകൊണ്ടാണ് അവരെ ഒരിക്കലും ഇത് ഒന്നും അലട്ടുകയില്ല എന്നർത്ഥം. കാരണം സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ച ആത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശന. സർവത്ര സമദർശനം സാധിച്ച ഒരു യോഗീശ്വരന് ഇതൊക്കെ അനായാസമായിട്ട് സാധിക്കും. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പഠനം സാമാന്യമായിട്ടും ഈ രാസലീലാ ഭാഗവും ഗോപികമാരുടെ സംവാദവും ഈ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് തരട്ടെ, അതൊരു മോട്ടിവേഷനായിട്ട് സ്വീകരിക്കാനും അങ്ങനെ നമ്മുടെ ജീവിതത്തെ സഫലമാക്കാനും ഈ പഠനം ഉപകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ രാസലീലാ ഭാഗം നമ്മൾ സമർപ്പിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ഭാഗങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന് യുഗളഗീതം, അത് നമുക്ക് അടുത്ത സെഷനിൽ ചിന്തിക്കാം. ഹരി ഓം ഹരി ഓം ഹരി ഓം. ഗുരുവായൂരപ്പ ശരണം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശ യാസാം ഹരിയഥോദ്ഗീതം പുനാദി ഭുവനത്രയം. പുനാദി ഭുവനത്രയം. ഗുരുവായൂരപ്പ.